ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? യെസ്, ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ കണ്ടാൽ രണ്ടുണ്ട് കാര്യം. എല്ലാ സബ്ജക്റ്റിലും ഫുൾ എ പ്ലസ് ഉറപ്പിക്കാം. ഒപ്പം മാരത്തോൺ ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനമായിട്ട് ഐഫോൺ. തീർന്നിട്ടില്ല. ഏകന്റെ ദിവസേനയുള്ള മാരത്തോൺ ലൈവുകൾ കണ്ട് ഷെയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നും 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഏകന്റെ കിഡിലൻ ക്രിസ്മസ് സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലൈവിന്റെ ലിങ്ക് 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ 3 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് താഴെ കാണുന്ന ഫോമിൽ അപ്ലോഡ് ചെയ്യുക. ഇതുപോലൊരു 5 ഐഫോൺ നിങ്ങൾക്ക് കിട്ടിയാലോ? യെസ്, ഏകന്റെ ക്രിസ്മസ് എക്സാം മാരത്തോൺ. വെരി ഗുഡ് മോർണിംഗ്. എന്താ ഓഫീസർ ഒരു പവർ ഇല്ലാത്തത്? പവറിലൊരു കുറവില്ല. ഫുൾ പവർ ആണ് മക്കളെ. രാത്രി ലൈവ് കഴിഞ്ഞ് നമ്മൾ എത്ര മണിക്കാ പോയത്? 12 മണിയോളായി. ആൻഡ് അടുത്ത് നിന്നോളൂ ഓഫീസർ. അപ്പൊ 12 മണി കഴിഞ്ഞ് ഞങ്ങൾ 6 മണിക്ക് വന്നിരിക്കാണ്. ഒരു എനർജി കുറവില്ല അല്ലേ അച്ഛൻ? യെസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ആർട്ടി വരുന്നോ? ആർട്ടി ഇല്ല, ആർട്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇറങ്ങിയിട്ട് ഉടനെ ആർട്ടിക്ക് കാരണം. യെസ്, അപ്പൊ മക്കളെല്ലാം എത്തിയോ? ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത പെട്ടെന്നാവട്ടെ. എന്താണ് ഓഫീസർക്ക് പറയാനുള്ളത്? വീണ്ടും തന്നെ പറയാനുള്ളത് പെട്ടെന്നാവട്ടെ, ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യൂ. ഹാഷിം സർ. യെസ് മക്കളെ, നമ്മളിതാ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണ്? ഹലോ യെസ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, മുഹമ്മദ് നജാദ് ഹായ്. യെസ്, ഇന്നലെ നമ്മൾ കണ്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തീർച്ചയായിട്ടും ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് അല്ലേ? അതിന് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടി വരും, അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിട്ടല്ലേ? യെസ്, അപ്പോഴും ഇതേ പവർ ആയിരിക്കും. നമുക്ക് തുടങ്ങിയാലോ? റെഡി. മാക്സിമം ഷെയർ ചെയ്ത മക്കളെ പരമാവധി. യെസ്, അപ്പൊ നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്താൽ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുതലേ അല്ലേ? യെസ്, മുഹമ്മദ് നജാദ് വേഗം ഷെയർ ചെയ്തിട്ട് പെട്ടെന്നായിക്കോട്ടെ. റെഡി. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്. യെസ്, അപ്പൊ അവരുടെ ടേണിലെത്തും. മക്കള് മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം എനർജിയില് ഫുൾ പവറിലിരിക്കും മക്കളെ. എന്നാൽ നിങ്ങളുടെ എനർജിയാണ് ഞങ്ങളുടെ പവർ. ഓക്കെ, യെസ്, ആ ഡോറ് ക്ലോസ് ചെയ്ത് ചൂട്. യെസ്, അപ്പൊ നോക്ക, ആര് എണീറ്റില്ലേന്നോ? നമ്മളെല്ലാം എണീറ്റടാ. നമ്മൾ എണീറ്റ് പവറിൽ വന്നിരിക്കാണ്. സോ ഇവിടെ വന്നിരിക്കുന്ന മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കും. ബട്ട് ആൻസേഴ്സ് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ ഫുള്ള് പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കല്ലേ? സോ ആൻസേഴ്സ് മക്കളെ മിസ്സിനെ പറഞ്ഞു തരണം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഷെയർ ചെയ്തു മൈ ക്രിയേഷൻ ആൻഡ് മീ. യെസ്, താങ്ക് യു മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഇസ് C6H12O6. ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല ഇസ്. ഇന്നലെ ഹാഷിം സാർ ഈ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്ന കേട്ടോ ആർട്ടി. അപ്പൊ ഹാഷിം സാർ പഠിപ്പിച്ചത് മക്കൾക്ക് മനസ്സിലായെങ്കിൽ വേഗം ആൻസർ കമന്റ് ചെയ്യൂ. എന്താണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല? ഗുഡ് മോർണിംഗ് യാഷ്ന. യെസ് മോളെ, കമന്റ് ചെയ്യൂ. എന്താ ഇതിന്റെ എംപിരിക്കൽ ഫോർമുല? മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. 6 കാർബൺ ആറ്റം, 12 ഹൈഡ്രജൻ ആറ്റം, 6 ഓക്സിജൻ ആറ്റം ആണ് ഇതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല എങ്ങനെ എഴുതും? വേഗം പറഞ്ഞു തരൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? യെസ് മക്കളെ, നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഇതിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ട് സിമ്പിൾ റേഷ്യോ ആക്കിയാണ് എഴുതേണ്ടത്. സോ മിസ് എഴുതാം C6H12O6 ആണ്. ഇതിനെ നിങ്ങൾ സിംപ്ലസ്റ്റ് റേഷ്യോ ആക്കിയാൽ ഈ 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക, 12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക, 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ C1H2O1 which is equal to CH2O എന്ന് പറയുന്നതാണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല. ക്ലിയർ ആണോ? സെറ്റ് ആണോ? യെസ്, ലൂക്ക മാൻ CH2O മൈ ക്രിയേഷൻ. അതുൻ മനസ്സിലായി.
മനസ്സിലായിട്ടോ? HM പഠിപ്പിച്ചത് മനസ്സിലായി മക്കൾക്ക്? കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിരിക്കുന്നു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ബ്രോമിൻ 3380 ഈസ്. നോക്കിക്കേ, ബ്രോമിന്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. Z എന്താണ്? അറ്റോമിക് നമ്പർ Z is equal to 33 and mass number A is equal to 80. മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗം പറയൂ, ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? വേഗം പറയൂ. ഇതിലെ പ്രോട്ടോണിന്റെ എണ്ണം എന്താ? പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്, Z ആണ്. അതാണ് ചോട്ടി കിടക്കുന്ന നമ്പർ അല്ലേ? ന്യൂട്രോണിന്റെ നമ്പർ എന്താ? ന്യൂട്രോണിന്റെ നമ്പർ എന്താ? വേഗം പറയൂ മക്കളെ. യെസ് പറയൂ. ആർട്ടിക്ക് കാരണോ? അല്ല, ആർട്ടി എന്തായാലും കഴിഞ്ഞിട്ട് കേട്ടോ. യെസ്, അപ്പൊ പറയൂ, ന്യൂട്രോണിന്റെ നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക മക്കളെ? ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന മാസ് നമ്പർ 80യിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന അറ്റോമിക് നമ്പർ 33 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? 80ന്ന് 30 പോയാൽ 50 ആൻഡ് 3 പോയാൽ 47 ആണ് ന്യൂട്രോണിന്റെ നമ്പർ. ശരിയല്ലേ? 47 ആണോ? മക്കളെ ഒന്ന് കമന്റ് ചെയ്തേ. ന്യൂട്രോണിന്റെ നമ്പർ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ ന്യൂട്രോണിന്റെ നമ്പർ കിട്ടും. സോ ന്യൂട്രോണിന്റെ നമ്പർ മക്കൾക്ക് ഇതാണോ കിട്ടിയത്? യെസ്, 47 ആണ്. ലുക്കമാൻ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3ാമത്തെ ചോദ്യം, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദ ഗ്രൂപ്പ് 16 എലമെന്റ്സ് ആർ ഓൾസോ നോൺ ആസ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പാ മക്കളെ ഉള്ളത്? എത്ര ഗ്രൂപ്പാടാ? എത്ര ഗ്രൂപ്പാ ഉള്ളത്? യെസ്, എത്ര ഗ്രൂപ്പാ ഒന്ന് പറഞ്ഞേ. 18 ഗ്രൂപ്പുകളാണുള്ളത് അല്ലേ? ആ 18 ഗ്രൂപ്പിൽ 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പറയൂ. മുഹമ്മദ് നജാദ്. യെസ്, 18 ഗ്രൂപ്പാണ്. അതിൽ 16ാമത്തെ ഗ്രൂപ്പ് എന്ത് പേരാ നമ്മൾ വിളിക്കുക? ഹാലോജൻസ് ആണോ? നൈട്രജൻ ഫാമിലി ആണോ? ബോറോൺ ഫാമിലി ആണോ? ചാൽക്കോജൻസ് ആണോ? യെസ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ചാൽക്കോജൻസ് അല്ലെ മക്കളെ? ചാൽക്കോജൻസ് ആണ് ഗ്രൂപ്പ് 16. 17 എന്താ വിളിക്കുക? ഹാലോജൻസ് എന്നാണല്ലേ. 18 ഗ്രൂപ്പ് 18ന്റെ പേരെന്താ? നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കും. നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ നമ്മൾ ഗ്രൂപ്പ് 18നെ വിളിക്കും. ആൻഡ് ബോറോൺ ഫാമിലി ഏതാ? ബോറോൺ ഫാമിലി ഗ്രൂപ്പ് 13 ആണ് അല്ലെ? ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി. ആൻഡ് ഗ്രൂപ്പ് 15 എന്ന് പറയുന്നത് നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 17 ആണ് ഹാലോജൻസ്. ഓക്കെ അല്ലേ? യെസ്, നമ്മുടെ മക്കള് എത്രയായിരുന്നു കണ്ടു ആർട്ടി? ഷെയർ ചെയ്ത് ഇത്ര രാവിലെ പഠിക്കാനായിട്ട് ഡോർ ക്ലോസ് ചെയ്യാം. ഫുൾ പവറിൽ മക്കൾ വന്നിരിക്കുകയാണ്. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ഈഥേൻ മോളിക്യൂൾ. സോ കെമിക്കൽ ബോണ്ടിങ്ങിൽ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു അല്ലേ? യെസ്, മുഹമ്മദ് നജാദ് പറയടാ. ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ഈഥേൻ. ഈഥേൻ എങ്ങനെ എഴുതുക? CH3 ഇങ്ങനല്ലേ ഈഥേൻ എഴുതുക? എന്ന് വെച്ചാൽ 2 കാർബൺ ആറ്റം അല്ലെ? അപ്പൊ 2 കാർബൺ ആറ്റം CH3. ഇതിൽ കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ മിസ്ക്ക് ഒന്ന് പറഞ്ഞു തന്നെ മക്കളെ. യഷ്ന മോളെ പറഞ്ഞു തരൂ. എന്താണ് കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ? എന്താണ്? sp3 അല്ലേ? sp3 ഹൈബ്രിഡൈസേഷൻ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാമേ മക്കളെ. കാർബണിന്റെ ചുറ്റും 4 ബോൺസ് അല്ലേ ഉള്ളത്? ഈ 4 ബോണ്ടും സിംഗിൾ ആണ്. ഓക്കെ, സിംഗിൾ ബോൺസ് ആണെങ്കിൽ എൻ്റെ മക്കളുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആയിരിക്കും കേട്ടോ. sp3 ആയിരിക്കും മക്കളെ. ഇനി നമ്മുടെ കാർബൺ ആറ്റത്തിന്റെ ചുറ്റും ഒരു ഡബിൾ ബോണ്ട് ഒന്ന് കരുതുക. ഓക്കെ, ഒരു ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ഇനി കാർബൺ ആറ്റത്തിന്റെ ചുറ്റും ഒരു ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കാർബണിന്റെ ചുറ്റും 2 ഡബിൾ ബോണ്ട് ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്, മുഹമ്മദ് നജാദ് കറക്റ്റ് ആണ്. ലുക്കമാൻ sp3. വെരി ഗുഡ് മക്കളെ. സോ കാർബൺ ഇവിടെ എല്ലാം സിംഗിൾ ബോൺസ് ആണ്. സോ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. എഴുതി വെച്ചാൽ 1 മാർക്ക് സെറ്റാണ് മൈ ക്രിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? മക്കളെ, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ആ പേരിൽ തന്നെ ഉണ്ട്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ആണ് ആശ്രയിക്കുന്നത്. പാത്ത് ഫംഗ്ഷൻ എന്താ?
ഫോളോ ചെയ്യുന്ന പാത്തിനെ, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുന്ന പാത്ത് ഇതുവഴിയാണോ ഏത് പാത്തിലൂടെയാണോ പോകുന്നത് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇക്കൂട്ടത്തിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത്, അതായത് പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത് ആരാണ് ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, നജാദ്, മുഹമ്മദ് നജാദ് കമന്റ് ചെയ്യ്. പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത് ഏതാ ഇക്കൂട്ടത്തില്? വർക്ക് ആണോ, എൻട്രോപ്പി ആണോ, എൻതാൽപ്പി ആണോ, ഗിബ്സ് എനർജി ആണോ, ഏതാണ്? ഇന്നലെ നമ്മൾ പഠിച്ചതാണ് വർക്കും ഹീറ്റും. മക്കളെ എന്താണ് വർക്കും ഹീറ്റും ഒക്കെ എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്, മറന്നു പോവരുത്. സ്റ്റേറ്റ് ഫംഗ്ഷന്റെയും യെസ് മൈ ക്രിയേഷൻ വർക്ക് കറക്റ്റ് ആണ്. മുഹമ്മദ് നജാദ് കറക്റ്റ് ആണ്, വർക്ക് ആണ് ഇക്കൂട്ടത്തിൽ പാത്ത് ഫംഗ്ഷൻ. വെരി ഗുഡ്. ബാക്കിയൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഹു പ്രപ്പോസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? സ്റ്റേറ്റ് ദി ലോ. ഏത് ചാപ്റ്റർ ആണിത്? ഏത് ചാപ്റ്ററാ? സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലെ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, മാസ് നശിപ്പിക്കാനും പറ്റില്ല അല്ലെ? ഒരു ഫോമിൽ നിന്ന് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? മാസ് നിർമ്മിക്കാനും സാധിക്കില്ല, നശിപ്പിക്കാനും സാധിക്കില്ല. മാസ് cannot be ഓക്കെ, ക്ലിയർ ആണോ? ആൻഡ് ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ് മക്കളെ? ലവോസിയാണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ആ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കുക. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ലവോസിയാണ്. അതും എഴുതി വെക്കുക. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? യെസ്, അന്റോണി ലവോസിയ കറക്റ്റ് ആണ്, ശരി ഉത്തരാണ്. ആ ഒരു ഡെഫിനിഷനും കൂടി എഴുതി വെക്കുക. ആൻഡ് മക്കളെ അടുത്ത ചോദ്യം, ഡിഫൈൻ ദ following terms molarity and molality. മൊളാലിറ്റിയും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അതേപോലെ അവരുടെ പ്രോബ്ലംസും ചോദിക്കും കേട്ടോ, സോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് രണ്ടും കൂടി മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മൊളാലിറ്റി ഏതാ ഒന്ന് പറഞ്ഞേ. മൊളാരിറ്റി എന്താ മുഹമ്മദ് നജാദ് മോൻ? എന്താടാ മൊളാരിറ്റി എന്താ? ഞാൻ പറയാം, രണ്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഞാൻ എഴുതി തരാമേ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present in 1 liter of solution. ഏതാണ്? 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. 1 ലിറ്റർ സൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് പറയുന്നത് മൊളാരിറ്റി ആണോ? പറഞ്ഞേ മക്കളെ. യെസ്, മൊളാരിറ്റി എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? മുഹമ്മദ് നജാദ് പറയുന്നത് ശരിയാണോ മക്കളെ? കറക്റ്റ് ആണ് മോനെ. അതായത് ചിലപ്പോൾ ചില മക്കൾക്ക് മൊളാലിറ്റിയിലെ ലിറ്റർ അപ്പൊ ലിറ്റർ ഇതായിരിക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും. പക്ഷെ അങ്ങനല്ല, അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് മൊളാരിറ്റി ആൻഡ് വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എം. മൊളാരിറ്റി ക്യാപിറ്റൽ എം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? സെയിം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എന്തിലാണ്? സൊല്യൂഷനിലാണോ? അല്ല, 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മക്കളെ മൊളാലിറ്റി. ആൻഡ് അത് നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചാണ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ സ്മോൾ ലെറ്റർ എം. ഓക്കെ ആണോ? മൊളാലിറ്റി മക്കൾക്ക് മാറിപ്പോവരുത്. 1 കിലോഗ്രാം സോൾവെന്റ് ആണ്, അത് ലിറ്റിയാണ്. അപ്പൊ ലിറ്റി കാണുമ്പോൾ ലിറ്റർ ആണ്. അങ്ങോട്ട് പോരുത്, ഒരിക്കലും പോരുത്, തെറ്റിപ്പോകും. 1 കിലോഗ്രാം സോൾവെന്റിന്റെ കാര്യമാണ് മൊളാലിറ്റി. ആൻഡ് മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. മാറിപ്പോരുത് കുഞ്ഞുങ്ങളെ. പ്രോബ്ലം ചോദിക്കും, ഡെഫിനിഷൻ ചോദിക്കും. ഓർത്തു വെക്കുക. യെസ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. യെസ്, അപ്പൊ ആർട്ടിസർ അല്ലേ പഠിപ്പിച്ചത്? യെസ്, ആർട്ടിസർ പഠിപ്പിച്ചത് മനസ്സിലായെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു തരൂ. ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 2 ലിമിറ്റേഷൻ, പോരായ്മയാണ്, കുറ്റാണ് പറയേണ്ടത്. ബോർ മോഡലിന്റെ മെറിറ്റ്സ് അല്ല പറയേണ്ടത്. 2 കുറ്റം പറഞ്ഞു തരൂ മിസ്ക്ക്. യെസ്, നോക്കട്ടെ എൻ്റെ ആർട്ടിയുടെ മക്കൾ
മക്കൾ പഠിച്ചോന്ന്. യെസ്, പറയൂ 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 മക്കളെ, എന്താണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ 2 ഡ്രോബാക്ക്? 2 എഴുതി വെച്ചാൽ മതി, കൂടുതൽ എഴുതി വെച്ച് സമയം കളയണ്ട. ആർട്ടി തളർന്നു വീണു മക്കളെ, നിങ്ങളുടെ ആൻസർ കാണാതെ ആർട്ടി ഇവിടെ കുഴഞ്ഞു വീണു. യെസ്, നോക്കിയേ, നജാത്ത് കമന്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മക്കളെ? 2 പോയിന്റ് എഴുതിയാൽ മതി. നമുക്ക് എന്താ, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. ഞാൻ 2 കാര്യങ്ങൾ എഴുതാമേ. Okay, he could not explain Zeeman effect and Stark effect. Okay, മിസ് എഴുതുന്നത് നിങ്ങൾക്ക് കാണാമോ മക്കളെ? യെസ്, അപ്പോ അദ്ദേഹത്തിന് സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്താ സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും മക്കളെ? നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പ്ലിറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോലെ. ആ സ്പ്ലിറ്റിങ്ങിനെ പറ്റി പറയാൻ ആർക്ക് സാധിച്ചില്ല? ബോറിന് സാധിച്ചില്ല. സോ യെസ്, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമൻ ഇഫക്റ്റ്. എന്താ സീമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിനുണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ സീമൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതേപോലെ നമ്മുടെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ, അത് ഒബേ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? ബോറിന് സാധിച്ചില്ല. അത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? നമ്മുടെ ബോറിന് പറ്റിയില്ല. ഏതെങ്കിലും 2 എഴുതുക, കൂടുതൽ എഴുതി നിങ്ങൾ അലങ്കാര പണിക്ക് പോകണ്ട, മാർക്കൊന്നും കൂടുതൽ കിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് മെന്റലീവ്സ് പീരിയോഡിക് ലോ. ഇന്നലെ മിസ് പഠിപ്പിച്ചു. മെന്റലീവിന്റെ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ലോയും വളരെ ഇമ്പോർട്ടൻസ് ആണ്. 1 മാർക്കിനും 2 മാർക്കിനും സ്ഥിരം ചോദിക്കും കേട്ടോ. യെസ്, മുഹമ്മദ് നജാ നോക്ക് നിരന്ന് കമന്റ് ചെയ്യാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ മോൻ ഇതൊന്ന് പറഞ്ഞ മെന്റലീവിന്റെ പീരിയോഡിക് ലോ എന്ന് സ്റ്റേറ്റ് ചെയ്ത്. എന്താ മെന്റലീവിന്റെ പീരിയോഡിക് ലോ? പറയൂ മക്കളെ, എന്താണ്? The physical and chemical properties of elements are. എഴുതണോ മിസ്? The physical and chemical properties of elements. The physical and chemical properties of elements are periodic functions of properties of elements are periodic functions of എന്തിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്? ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് അറ്റോമിക് മാസിനെ ആശ്രയിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? മെന്റലീവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ എഴുതാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് എഴുതണം? ഈ അറ്റോമിക് മാസ് മാറ്റിയിട്ട് ജസ്റ്റ് അറ്റോമിക് നമ്പർ ആക്കിയാൽ നിങ്ങൾക്ക് മോഡേൺ പീരിയോഡിക് ലോ കിട്ടും. 2 മാർക്ക് കിട്ടും. ഓക്കെ ആണോ? യെസ്, വെരി ഗുഡ്. The physical and chemical properties of periodic functions are യെസ്, കറക്റ്റ് ആണ് മോനെ. മുഹമ്മദ് നജാത്ത് പോയിട്ടില്ല. രോഹിത്, യെസ്, കറക്റ്റ് ആണ്. അറ്റോമിക് മാസിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? മെന്റലീവ് പറഞ്ഞു. യെസ്, കഴിഞ്ഞിട്ടില്ല. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 9ാം ക്ലാസ്സിന്റെ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ആർ പ്രസന്റ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ? ഇപ്പോഴത്തെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ്സും എത്ര പീരീഡ്സും ഉള്ളത്? വേഗം പറയൂ. എത്ര ഗ്രൂപ്പ്സും എത്ര പീരീഡ്സും ആണുള്ളത്? യെസ്, അമൃത, വെരി ഗുഡ് മോളെ. എത്ര ഗ്രൂപ്പ്സ് ആണ്? 18 ഗ്രൂപ്പുകളും അതേപോലെ 7 പീരീഡ്സുമാണുള്ളത് അല്ലെ? 7 പീരീഡുകളുമാണ് ഇപ്പോഴത്തെ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. ഓർത്തു വയ്ക്കുക. ഓരോ ഗ്രൂപ്പിനും സ്പെഷ്യൽ ആയിട്ട് നെയിംസ് ഒക്കെ ഉണ്ട്. ആ നെയിംസും നിങ്ങൾ ഓർത്തു വയ്ക്കുക. ദെൻ ട്രാൻസിഷൻ എലമെന്റ്സ്, ഡി ബ്ലോക്കുകാരുടെ 2 പ്രോപ്പർട്ടിയെങ്കിലും പഠിച്ചിട്ട് മാത്രം പോവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ ഇനി മിസ്സൊക്കെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അതിനുശേഷം ആര് വരും? ആർട്ടി വരും. യെസ്, ആർട്ടി സർ വരും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്? ഗിവ് ആൻ എക്സാമ്പിൾ. മക്കളെ, നമ്മുടെ ഇക്വിലിബ്രിയവും അതേപോലെ കെമിക്കൽ ബോണ്ടിങ്ങും കഴിഞ്ഞാൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് എന്ത്? തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. നിങ്ങൾ അത് രണ്ടിന്റെയും ഡിഫറൻസ് പഠിക്കണം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്കും ഇന്റൻസീവ് പ്രോപ്പർട്ടിക്കും എക്സാമ്പിൾസ് പഠിക്കണം. എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഒന്ന് വേഗം പറയൂ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? എന്താ പറഞ്ഞേ? യെസ്, വെരി ഗുഡ് നജാത്ത്. ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെ? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാറ്ററിനെ
മാറ്ററിന്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാറ്ററിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ പറയൂ ജിതിൻ. എക്സാമ്പിൾ പറയടാ, എക്സാമ്പിൾ പറയൂ. എന്താ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക്? യെസ്, മാസ് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, വോളിയം ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, എൻതാൽപ്പി, എൻട്രോപ്പി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പക്ഷേ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാസിന് പകരം മോളാർ മാസോ വോളിയത്തിന് പകരം മോളാർ വോളിയമോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് എന്ത് പ്രോപ്പർട്ടി ആകും? അത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആകും. ആൻഡ് ഡെൻസിറ്റി ഏത് പ്രോപ്പർട്ടിയാ? ഡെൻസിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് ആണോ ഇന്റൻസീവ് ആണോ എന്ന് പറഞ്ഞേ. എക്സ്റ്റൻസീവ് ആണോ ഇന്റൻസീവ് ആണോ? ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡെൻസിറ്റി. ഇതിൽ മാസും എക്സ്റ്റൻസീവ് ആണ് ആൻഡ് മാസും എക്സ്റ്റൻസീവ് ആണ്, വോളിയവും എക്സ്റ്റൻസീവ് ആണ്. പക്ഷേ മാസ് ബൈ വോളിയം ചെയ്താൽ കിട്ടുന്ന ഡെൻസിറ്റി, യെസ് മക്കളെ, എൻ്റെ മക്കൾ പൊളിയാണ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ഇസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ആ കാര്യം മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ മോളാർ കൂട്ടി എന്ത് തന്നോ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി, മോളാർ വോളിയം, മോളാർ മാസ് ഏത് കണ്ടാലും അത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്, ഇൻഡിപെൻഡന്റ് ആണെന്ന് ഓർക്കുക. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിസ്സുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടി സാറ് റെഡി ആയിട്ട് നിൽക്കാണ്. യെസ്, ആർട്ടി സാർ ഇതും കൂടി പറയുന്നോ? യെസ്, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. മെൻഷൻ ദി വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ്സിലും പീരീഡ്സിലും അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് ചേഞ്ച് ആണ് വരിക? മക്കളെ, അയണൈസേഷൻ എൻതാൽപ്പി എന്താന്ന് മിസ്ക്ക് ഒന്ന് പറഞ്ഞു തന്നെ. അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? നമ്മുടെ സെന്ററിൽ ന്യൂക്ലിയസ്, ഷെൽസ്, അവസാന ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ മിസ്ക്ക് വെളിയിലേക്ക് ചാടിക്കണം. പുറത്തേക്ക് കൊണ്ടുവരാൻ എത്ര എനർജി ആണോ ആവശ്യം, എന്ത് ഊർജം പ്രയോഗിച്ചാലാണ് എനിക്ക് ആ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക, ആ ഒരു എനർജി എത്ര യൂസ് ചെയ്യേണ്ട എനർജിക്ക് പറയുന്ന പേരാണ് എന്താ? അയണൈസേഷൻ എനർജി ഓർ അയണൈസേഷൻ എൻതാൽപ്പി. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുക മക്കളെ? ഗ്രൂപ്പിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം അറ്റോമിക് സൈസ് ഇൻക്രീസസ് അല്ലെ, ഷെല്ലുകളുടെ നമ്പർ കൂടും. സോ അറ്റോമിക് സൈസ് കൂടും. ആ ആറ്റത്തിന്റെ സെന്ററിൽ ഇരിക്കുന്ന ന്യൂക്ലിയസും അവസാനം ഇരിക്കുന്ന ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. ഇലക്ട്രോൺസിനെ വേണ്ട ന്യൂക്ലിയസിന്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാം. സോ താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും, കുറയും. ചെറിയ എനർജി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ന്യൂക്ലിയസിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൻഡ് പീരീഡിൽ എന്താ സംഭവിക്കുക? പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് കുറയും, ചെറിയ സൈസാണ്. ന്യൂക്ലിയസ് ഇലക്ട്രോൺസ് ഒക്കെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ന്യൂക്ലിയസിന്റെ കയ്യിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഇലക്ട്രോണിനെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സോ വളരെ ഹൈ ആയിട്ടുള്ള എനർജി നിങ്ങൾ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ സാധിക്കൂ. സോ അയണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ഹൈ അക്രോസ് എ പീരീഡ്. ഓക്കെ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. ഇനി ഞാൻ സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ആർട്ടി സാറിന് കൈമാറുകയാണ്. കമോൺ ആർട്ടി സാർ. യെസ് മക്കളെ, എല്ലാവരും ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, അടിപൊളിയാക്കുക. റെഡി, സ്റ്റാർട്ട് ചെയ്യല്ലേ മക്കളെ? ഗുഡ് മോർണിംഗ് മൈക്ക് നോക്കട്ടെ. റെഡി മക്കളെ, കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ അല്ലേ? റെഡി? എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾ യൂസിങ് VSEPR തിയറി അല്ലേ? VSE വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ഉപയോഗിച്ച് മക്കളോട് എന്തിൻ്റെ വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം മോളിക്യൂളിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മക്കൾക്ക് എന്ത് വേണം? വാട്ടർ മോളിക്യൂൾ നമ്മൾ എഴുതുക. അയ്യോ, വാട്ടർ ഒരു സെക്കൻഡ്, ഒറ്റ മിനിറ്റ് മക്കളെ. ഓക്കെ, വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് പറയണം. H2O. റെഡി അല്ലേ? H2O വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് നമ്മൾ ഒറ്റ മിനിറ്റേ മക്കളെ. ഓക്കെ, H2O റെഡി. വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് മക്കളെ. സെൻട്രൽ ആറ്റം ഏതാണ്? നമ്മളൊരു മോളിക്യൂളിന്റെ VSEPR തിയറി, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി വെച്ച് മക്കൾക്ക് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം മക്കൾ പറഞ്ഞേ? ആദ്യം സെൻട്രൽ ആറ്റം പറയണം അല്ലേ? സെൻട്രൽ ആറ്റം ആരാ? ഒന്നുള്ളതായിരിക്കും സെൻട്രൽ ആറ്റം. റെഡി, നമ്മൾ എഴുതി സെൻട്രൽ ആറ്റം. മക്കൾ കേൾക്കുന്നില്ലേ? സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്.
അറ്റോമിക് നമ്പർ, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. ഞാൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് 20 എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ പഠിക്കണമെന്ന് മക്കളോട് പറഞ്ഞിട്ടില്ലേ? അറ്റോമിക് നമ്പർ എത്രയാ? 8. മക്കൾ എഴുതിയില്ലേ? 8. റെഡി. അപ്പൊ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണെന്ന് മനസ്സിലായി, അറ്റോമിക് നമ്പർ മനസ്സിലായി. എത്രയാ? 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തിട്ടെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മക്കളെ പറ 2,6. യെസ്. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് മക്കളെ? വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ മാർക്ക് എത്രയാ? 6 ആണ്. ക്ലിയർ ആണ്? വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് വേണ്ട കാര്യമായിട്ടുള്ള പോയിന്റ്. വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ മക്കൾ കണ്ടെത്തി എത്ര കിട്ടി? 6 കിട്ടി. ക്ലിയർ? ഇനി 6 ഇലക്ട്രോൺ നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യം നമ്മൾ 6 ഇലക്ട്രോൺ 1 2 3 4 5 6 ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്തു. ആരെ 6 ഇലക്ട്രോണാ? സെൻട്രൽ ആറ്റം ഓക്സിജന്റെ 6 ഇലക്ട്രോണിനെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. മക്കൾ കേൾക്കുന്നുണ്ടല്ലേ? ആരതാ? സെൻട്രൽ ആറ്റം ഓക്സിജന്റെ 6 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്തു. മക്കളെ സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്, സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സെൻട്രൽ ആറ്റത്തിൽ 6 ഇലക്ട്രോണിനെ മാർക്ക് ചെയ്തില്ലേ? ഇനി ഈ ഓക്സിജൻ എത്ര ഹൈഡ്രജനായിട്ടാ കമ്പൈൻ ചെയ്യുന്നത്? മക്കൾ നോക്കിയേ, ഇതാ 2 ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. മക്കൾ കാണുന്നുണ്ടോ? എത്ര ഹൈഡ്രജനാ? 2 ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഹൈഡ്രജൻ ഇടണം. 2 ഹൈഡ്രജൻ ഇട്ടു. ക്ലിയർ? ഇവര് ബോണ്ട് ഉണ്ടാക്കി, ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്. മക്കൾ കാണുന്നുണ്ടോ? ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്, അടുത്തത് ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയറുകൾ. ബോണ്ട് ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? ബോണ്ട് പെയർ എന്ന് വിളിക്കും. ബോണ്ട് ഇല്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കും? ലോൺ പെയറുകൾ. എന്താ വിളിക്കുക? പറ. ലോൺ പെയറുകൾ. ഇത് ലോൺ പെയർ ആണ് മക്കളെ, ഇത് ലോൺ പെയർ ആണ് മക്കളെ. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഇവരൊന്ന് റൗണ്ട് ചെയ്യുക. ഇവരാണ് ലോൺ പെയർ, ഇവരാണ് ലോൺ പെയർ. മക്കൾ കേൾക്കുന്നുണ്ടോ? ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ലോൺ പെയർ. റെഡി അല്ലേ? അപ്പം സെൻട്രൽ ആറ്റം ഓക്സിജനും എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ടെന്ന് ആദ്യം എഴുതാം. മക്കൾ എഴുതണേ, വ്യക്തമായിട്ട് എഴുതണം ബോണ്ട് പെയറുകളുടെ എണ്ണം. എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. 3 മാർക്കൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ബോണ്ട് പെയർ എത്രയാ? 2. ലോൺ പെയർ എത്രയാ മക്കൾ പറഞ്ഞേ? 2. യെസ്. അപ്പൊ ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെയും എണ്ണം കിട്ടിയാൽ VSEPR തിയറി വെച്ച് മക്കൾക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? മൊളിക്കുലാർ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? മോളിക്യൂൾസിന്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബെൻഡ് സ്ട്രക്ചർ ആണ്. എന്താ പറ? ബെൻഡ്. ക്ലിയർ അല്ലേ? എത്ര ബോണ്ട് പെയറാ? 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. സോ മോളിക്കുലാർ ഷേപ്പ് എന്താ? ബെൻഡ് ഷേപ്പ്, അല്ലെങ്കിൽ ഇതിനെ വേറെ പേര് കൂടി വിളിക്കും മക്കളെ, ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ്. ഇതൊക്കെ വി ഫോർ വിക്ടറി. ഓക്കെ, അപ്പൊ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നപ്പോൾ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താ മക്കളെ? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ആണ്. ഇത് എഴുതി കഴിഞ്ഞ് നിർത്തണ്ട, ഒറ്റ പോയിന്റ് കൂടി മക്കളെ എഴുതി വെക്കണേ. ഇവിടെ ശരിക്കും 4 ബോണ്ട് പെയർ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ വരേണ്ടത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. അതായത് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഷേപ്പ് ഈസ് ബെൻഡ് ഷേപ്പ് എന്ന് എഴുതിയാൽ മതി. പക്ഷേ 3 മാർക്കിന് ചോദിക്കാറുണ്ട് വാട്ടർനട്ട് ഷേപ്പ്. അപ്പം മക്കൾ ഈ പോയിന്റ് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തോളൂ. ബോണ്ട് ആംഗിൾ എത്രയാ? 4 ബോണ്ട് പെയർ ആണെങ്കിൽ വരേണ്ടത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷേ ഇവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? 2 ലോൺ പെയർ ഉള്ളത് കാരണം മോളിക്യൂളിന്റെ ഷേപ്പ് ബോണ്ട് ആംഗിൾ കുറച്ചൊന്ന് കുറയും. അത് 104.5 ഡിഗ്രി ആയി മാറി. കാണുന്നുണ്ടോ? 104.5 ഡിഗ്രി ആയി മാറി. സോ ബെൻഡ് ഷേപ്പ് ആണ്. ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ഫ്രം 109 ഡിഗ്രി 28 മിനിറ്റ് ടു 104.5 ഡിഗ്രി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? Yes, are all 5 bond length in PCl5 molecules are equivalent? നിങ്ങളോട് ചോദിക്കുന്നത് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് അഥവാ PCl5ലെ എല്ലാ ബോണ്ട് ലെങ്ത്തും ഈക്വൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ. അല്ലെങ്കിൽ വേറെ രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. PCl5 is a reactive molecule. PCl5 ഒരു റിയാക്റ്റീവ് മോളിക്യൂൾ ആണ്. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ? 2 ക്വസ്റ്റ്യനും ഒരേ ആൻസർ ആണ്. 2 ക്വസ്റ്റ്യനും ഒരേ ആൻസർ ആണ്. മക്കൾ എന്തൊക്കെ പറയേണ്ടത്? ഈ അവരുടെ ക്വസ്റ്റ്യൻ എന്താണ്? all 5 bonds in PCl5 are equal. PCl5ലെ എല്ലാ ബോണ്ടുകളും ഈക്വൽ ആണോ? PCl5 നമ്മൾ വരച്ചു നോക്കാം. ഇതാണ് PCl5ന്റെ സ്ട്രക്ചർ. ഇതാണ് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഞാൻ വരയ്ക്കുന്ന സമയത്ത് മക്കൾക്ക് തോന്നും എല്ലാ ബോണ്ടും ഈക്വൽ ആണെന്നൊക്കെ തോന്നും. അവർ ചോദിക്കുന്നത് ഈ എല്ലാ ബോണ്ടും ഈക്വൽ ആണോ? ഈക്വൽ അല്ലെങ്കിൽ അതിനെന്താണ് കാരണം എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം PCl5ന്റെ സ്ട്രക്ചർ അങ്ങ് പഠിക്കാം. ഓക്കെ, നമ്മൾ സെൻട്രൽ ആറ്റം ആരാ? PCl5. മക്കൾ നോക്കണം. കേൾക്കുന്നുണ്ടോ? സെൻട്രൽ ആറ്റം ആരാണ് മക്കളെ? സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണല്ലേ? ഫോസ്ഫറസ്.
അറ്റോമിക് നമ്പർ എത്രയാ? അറ്റോമിക് നമ്പർ പൊന്നുമക്കൾ പറഞ്ഞേ 15 എത്രയാ പറ? 15. ക്ലിയർ അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ 2,8,5 ആണ്. 2,8,5 റെഡി അല്ലേ? 2,8,5 ആണ്. നമ്മൾ 5 ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്ത് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്തു. 3, 4, 5. ക്ലിയർ അല്ലേ മക്കൾ? റെഡി അല്ലേ? യെസ്. അപ്പൊ സെൻട്രൽ ആറ്റം ഫോസ്ഫറസിൽ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? പൊന്നുമക്കൾ പറഞ്ഞേ റെഡി. രാവിലെയാണ്, നല്ല എനർജി പഠിക്കാൻ പറ്റുന്ന സമയമാണല്ലേ? നല്ല എനർജിയിൽ പഠിക്കാൻ പറ്റുന്ന സമയമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്, അറ്റോമിക് നമ്പർ 15 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2,8,5. അതായത് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണിക് മാർക്ക് ചെയ്ത് വെക്കുക. ആ 5 എണ്ണാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇത് ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺ ആണ്, ഇത് ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺ ആണ്. ഇനി മക്കള്, ഈ ഫോസ്ഫറസ് മക്കളെ എത്ര ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്? മക്കൾ ഇവിടെ നോക്കിയേ, ഈ ഫോസ്ഫറസ് 5 ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യുന്നു അല്ലേ? സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് എത്ര ക്ലോറിനായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? പൊന്നുമക്കൾ പറഞ്ഞേ 5 ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ ക്ലോറിൻ, 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 ക്ലോറിൻ. യെസ്, സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് 5 ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തപ്പം എന്ത് കിട്ടി? PCl5 കിട്ടി. എത്ര ബോണ്ട് പെയറാ? ഇതൊക്കെ ബോണ്ട് പെയറാ. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺ പെയറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണിത് ബോണ്ട് പെയർ. അപ്പൊ എത്ര ബോണ്ട് പെയറാ? ബോണ്ട് പെയർ എത്ര എന്ന് വെച്ചാൽ 5 ബോണ്ട് പെയർ ആണ്. ലോൺ പെയർ എത്ര എന്ന് വെച്ചാൽ 0 ആണ്. എന്താ പറയാ? 0. യെസ്. അപ്പൊ ബോണ്ട് പെയറും ലോൺ പെയറും കിട്ടിയാൽ മക്കൾക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ട് പെയറും ലോൺ പെയറും കിട്ടിയാൽ മക്കൾക്ക് ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ട്രൈഗോണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ട്രയഗോണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണ്. ട്രയഗോണൽ ബൈ പിരമിഡൽ ഷേപ്പ്. എന്നിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ല. അവർ ചോദിച്ചത് PCl5 എല്ലാ ബോണ്ടും ഈക്വൽ ആണോ? ആണ്. അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നാ ചോദിച്ച് നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇതാണ് മക്കളെ ട്രയഗോണൽ ബൈ പിരമിഡൽ. ഒരു ഫോസ്ഫറസ് ഇവിടെ നോക്കിയാൽ മക്കൾ നോക്കിയാൽ ഇതാ, മക്കൾ നോക്കണേ, നന്നായി ശ്രദ്ധിച്ചോ. ഒരു ഫോസ്ഫറസ് 3 ക്ലോറിനും ഒരു പ്ലെയിനിലാണ്, മേക്കിംഗ് ആൻ ആംഗിൾ 120 ഡിഗ്രി. മക്കൾ കാണുന്നുണ്ടോ? ഈ സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് 3 ക്ലോറിനും ഒരു പ്ലെയിനിലാണുള്ളത്, മേക്കിംഗ് ആൻ ആംഗിൾ 120. ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ എത്രയാ? 120 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് വരയ്ക്കാം, നോക്കിയോ. യെസ് 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 യെസ്. ഇതാ, ഒരു ഫോസ്ഫറസ് 3 ക്ലോറിനും ഒരു പ്ലെയിനിലാണുള്ളത്, മേക്കിംഗ് ആൻ ആംഗിൾ 120 ഡിഗ്രി. ക്ലിയർ അല്ലേ? യെസ് അല്ലേ? യെസ് അല്ലേ? മക്കൾ റെഡി അല്ലേ? അപ്പൊ ഒരു ഫോസ്ഫറസും പറഞ്ഞേ, ഒരു ഫോസ്ഫറസും 3 ക്ലോറിനും എത്രയാ? ഒരേ പ്ലെയിനിലാണുള്ളത്, മേക്കിംഗ് ആൻ ആംഗിൾ 120 ഡിഗ്രി. ഈ ബോണ്ടിന് നമ്മൾ ഒരു പേര് വിളിക്കും, ഇക്വിറ്റോറിയൽ ബോണ്ട്. എന്താ വിളിക്കുക? പറ, ഇക്വിറ്റോറിയൽ ബോണ്ട്. ഇക്വിറ്റോറിയൽ ബോണ്ട്. മക്കൾ റെഡിയാണ്? ഇക്വിറ്റോറിയൽ ബോണ്ട് റെഡിയാണ്. അടുത്ത 2 ക്ലോറിൻ ആറ്റം മക്കളെ. ഈ 2 ക്ലോറിനും 1 ഈസ് എബവ് ദ പ്ലെയിൻ ആൻഡ് അതർ ഈസ് ബിലോ ദ പ്ലെയിൻ. 2 ക്ലോറിൻ ഒന്ന് പ്ലെയിനിന് മുകളിലും മറ്റേത് പ്ലെയിനിന് താഴെയാണുള്ളത്. ഈ ക്ലോറിനും ഒന്ന് പ്ലെയിനിന് മുകളിലും മറ്റേത് പ്ലെയിനിന് താഴെയാണുള്ളത്. ആ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ബോണ്ട്. എന്താ വിളിക്കുക? ആക്സിയൽ ബോണ്ട്. മക്കൾ റെഡിയാണ്? ഇനി അവരെ ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണെ മക്കൾ നോക്കണേ. ഇതാ ഇവിടെ ഒരു ഫോസ്ഫറസ് 3 ക്ലോറിനും ഒരു പ്ലെയിനിലാണുള്ളത്. ഈ 3 ക്ലോറിനും മുകളിലുള്ള ക്ലോറിനും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അതുപോലെ ഈ ക്ലോറിൻ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അപ്പൊ പറയേണ്ടതാണ് ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ. ഇത്ര എഴുതുണ്ടോ? ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട്. ആക്സിയൽ ബോണ്ടിന് ലെങ്ത് കൂടുതലാണ്. ആരെക്കാളും? ഈ ഇക്വിറ്റോറിയൽ ബോണ്ടിനേക്കാൾ ലെങ്ത് കൂടുതലാണ്. ആർക്ക്? ഈ ആക്സിയൽ ബോണ്ടിന്. എന്താ ഇതുണ്ട്? PCl5 എല്ലാ ബോണ്ടും ഈക്വൽ ആണോ എന്നാണ് മക്കളോട് ക്വസ്റ്റ്യൻ എങ്കിൽ മക്കൾ പറയും സാറേ ഈക്വൽ അല്ല. PCl5 എല്ലാ ബോണ്ടുകളും എന്താണ്? ഈക്വൽ അല്ല. ആക്സിയൽ ബോണ്ടിന് വലിപ്പം കൂടുതലാണ്, ആക്സിയൽ ബോണ്ടിന് ലെങ്ത് കൂടുതലാണ്. കാരണം ഈ 3 ക്ലോറിനും ഈ ആക്സിയൽ ക്ലോറിനും തമ്മിൽ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ? ആ റിപ്പൾഷൻ കാരണം ആക്സിയൽ ബോണ്ട് ആരെക്കാൾ കൂടുതലാ? ഇക്വിറ്റോറിയൽ ബോണ്ടിനേക്കാൾ കൂടുതലാ. ഒരുപാടൊന്നും പഠിക്കണ്ട, ഇത്ര മാത്രം പഠിക്കുക. ഒറ്റ റീസൺ ചെയ്തുള്ളൂ, ആക്സിയൽ ബോണ്ട്സ് ആർ വീക്കർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് ഓർ ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട്. എന്തായാലും കുഴപ്പമില്ല. ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട്, ഓക്കെ, ഓർ ആക്സിയൽ ബോണ്ട്സ് ആർ വീക്കർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? PCl5 എല്ലാ ബോണ്ടുകളും ഈക്വൽ ആണോ? മക്കൾ പറ, അല്ല. PCl5 എല്ലാ ബോണ്ടുകളും ഈക്വൽ അല്ല. ആക്സിയൽ ബോണ്ട് ആരെക്കാൾ ലോങ്ങർ ആണ്? ഇക്വിറ്റോറിയൽ ബോണ്ടിനേക്കാൾ ലോങ്ങർ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് PCl5 റിയാക്റ്റീവ് ആകുന്നത്. അപ്പൊ മക്കൾക്ക് 2 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ രാവിലെ തന്നെ? റെഡി അല്ലേ? ഈ PCl5 ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചാട്ടോ, ഒരുപാട് തവണ.
അതുകൊണ്ട് ഇപ്പം പഠിച്ച് പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഒരുപാട് തവണ നിങ്ങൾ നോക്കിക്കോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ PCL5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് PCL5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. PCL5 ഈസ് എ റിയാക്റ്റീവ് മോളിക്യൂൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേ ആൻസർ തന്നെ എഴുതുക. എന്താ, ആക്സിയൽ ബോണ്ട് ആരെക്കാൾ കൂടുതലാ, ഇക്വിറ്റോറിയൽ ബോണ്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് PCL5 റിയാക്റ്റീവ് ആണെന്ന് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. PCL5 ഷേപ്പ് എന്തായിരുന്നു? ട്രൈഗോണൽ ബൈ പിരമിഡൽ ഷേപ്പ്. ട്രൈഗോണൽ ബൈ പിരമിഡൽ ഷേപ്പ്. ഇനി നമുക്കറിയേണ്ടത് കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് He+ ആണ്. അപ്പൊ മക്കൾക്കറിയാം എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിത En ഈസ് ഈക്വൽ, മക്കൾ നോക്കിയാൽ സിമ്പിൾ ആണ്, വലിയ ടഫ് ഒന്നുമില്ല. -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു Z²/n². Z²/n², ജൂൾ പെർ ആറ്റം ആണ്. ജൂൾ പെർ ആറ്റം. ഇതാണ് എനർജി കാണാനുള്ള ഇക്വേഷൻ. മക്കൾ നോക്കി എന്താ പറ, കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് He+ എന്ന വളരെ സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? എനർജി കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു Z²/n² ജൂൾ പെർ ആറ്റം. മക്കൾ അറിയേണ്ടത് Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. Z ഈസ് അറ്റോമിക് നമ്പർ ആണ്. N ഈസ് നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. നമ്പർ ഓഫ് ഓർബിറ്റ്. റെഡി? ഇപ്പൊ പറയട്ടെ, കാൽക്കുലേറ്റ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് He+ ആണ്. 2 കിട്ടി. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഇവിടെ ഹീലിയമാണ് ആറ്റം എങ്കിൽ ഹീലിയമാണ് ആറ്റം. അറ്റോമിക് നമ്പർ എത്രയാ മക്കളെ? 2 ആണ്. He+ ആയ 2 ആവോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. അറ്റോമിക് നമ്പർ ഒരിക്കലും മാറൂല, നമ്പർ ഓഫ് ഇലക്ട്രോണേ മാറുള്ളൂ. He+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റാണ്. സോ അറ്റോമിക് നമ്പർ മാറുന്നില്ല. ആര് മാത്രമേ മാറുന്നുള്ളൂ? നമ്പർ ഓഫ് ഇലക്ട്രോൺ മാത്രമേ മാറുന്നുള്ളൂ. ഹീലിയത്തിനും Heക്കും He+നും ഒക്കെ അറ്റോമിക് നമ്പർ എത്ര തന്നെയാ? 2 തന്നെയാണ്, മറക്കരുത്. ഇനി നമ്പർ ഓഫ് ഓർബിറ്റ്, ഫസ്റ്റ് ഓർബിറ്റ് അല്ലേ, അവർ പറയുന്നില്ലേ എത്രാമത്തെ ഓർബിറ്റാ? ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നില്ലേ, ഫസ്റ്റ് ഓർബിറ്റ്. സോ n എത്രയാ മക്കൾ പറ? n = 1. റെഡി? അപ്പൊ ആ ഇക്വേഷനിൽ കൊടുക്കേണ്ട 2 വാല്യൂ നമുക്ക് കിട്ടി. ഇക്വേഷൻ എന്താ? എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കൾ പറഞ്ഞേ? -2.18 പറഞ്ഞേ -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു Z²/n² ജൂൾ പെർ ആറ്റം. കേൾക്കുന്നില്ലേ? പൊന്നുമക്കൾ കേൾക്കുന്നില്ലേ? അപ്പൊ കൊടുക്കല്ലേ, വാല്യൂ കൊടുക്കല്ലേ. എനർജി ഓഫ് ഇലക്ട്രോൺ En ഈസ് ഈക്വൽ ടു മക്കൾ നോക്കി -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു സെഡിന് പകരം എന്ത് കൊടുക്കുക? അറ്റോമിക് നമ്പർ കൊടുത്തൂടെ? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 2². ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 2²/n². നമ്പർ ഓഫ് ഓർബിറ്റ് എത്രയാ? 1². സോ എനർജി ഓഫ് ഇലക്ട്രോൺ En ഈസ് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 4 ആണ് ജൂൾ പെർ ആറ്റം. യെസ്. അപ്പൊ എനർജി കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്താ? -2.18 മക്കളെ പറഞ്ഞേ 10⁻⁻18 ഇൻറ്റു Z²/n² ജൂൾ പെർ ആറ്റം ആണ്. Z അറ്റോമിക് നമ്പർ ആണെങ്കിൽ n എന്താ? നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. നമ്പർ ഓഫ് ഓർബിറ്റ്. He ആയാലും He+ ആയാലും അറ്റോമിക് നമ്പർ എത്ര തന്നെയാ? 2 തന്നെയാണ്. അത് ഹൈഡ്രജൻ ലൈക്ക്. നമ്പർ ഓഫ് ഓർബിറ്റ് അവർ കൊടുക്കും. ഫസ്റ്റ് ഓർബിറ്റ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഓർബിറ്റ് എന്നുള്ളത്. അപ്പൊ എന്നും കിട്ടി. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. യെസ്, തെർമോഡൈനാമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഗിബ്സ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. മക്കളെ വെറും ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ അതിന്റെ ഫുൾ നെയിം. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? എന്താ മക്കളെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ? ഷുഗർ വെള്ളത്തിലേക്ക് ഇട്ടാൽ ഡിസോൾവ് ചെയ്യും അല്ലേ? നീ ഇളക്കിയാലും നീ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് പഞ്ചസാര എടുത്താൽ ഇളക്കിയാലും ഇളക്കിയില്ലെങ്കിലും ഷുഗർ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. അത് സ്പോണ്ടേനിയസാ. കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് പാത്രത്തിൽ വെച്ച് നോക്കിയേ, അത് മെൽറ്റ് ചെയ്യും. അത് നമ്മൾ സ്പോണ്ടേനിയസ് ആണ്. വാട്ടർ ഓപ്പൺ വെസൽ വെച്ചാൽ ഇവാപ്പറേറ്റ് ചെയ്യും. അതെന്താ? സ്പോണ്ടേനിയസ്. എന്താ പറ? സ്പോണ്ടേനിയസ് ആണ്. അതായത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ക്ലിയർ ആണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ വിച്ച് ഹാവ് എ നാച്ചുറൽ ടെൻഡൻസി ടു ഒക്കർ വിത്ത് ഓർ വിത്തൗട്ട് ഇനീസിയേഷൻ. മക്കളോട് ചോദിക്കും എന്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്താ പറ? റിയാക്ഷൻ വിച്ച് ഹാവ് എ നാച്ചുറൽ ടെൻഡൻസി ടു ഒക്കർ വിത്ത് ഓർ വിത്തൗട്ട് ഇനീസിയേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. എഴുതട്ടെ. ΔG ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ, ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ്
ടി ഡെൽറ്റ എസ്. മക്കൾ നന്നായിട്ട് ഓർമ്മിക്കണേ, ഇത് മാത്രം ഈ ഇക്വേഷൻ മാത്രം ഇപ്പോഴത്തെ ബോർഡ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത് മതി. ക്രിസ്മസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ ഇക്വേഷൻ മാത്രം ഒരുപാടൊന്നും പഠിക്കണ്ട. എന്താണ് ഗിബ്സ് ഇക്വേഷൻ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഡെൽറ്റ ജി എന്താണെന്ന് വെച്ചാൽ അവരോട് പറയാ ഗിബ്സ് ഫ്രീ എനർജി ആണ്. ഡെൽറ്റ ജി എന്താ? ഗിബ്സ് ഫ്രീ എനർജി. എഴുതി ഫ്രീ എനർജി ഓരോന്നായിട്ട് എഴുതുക, എനർജി. ഇനി ഡെൽറ്റ എച്ച് എന്താ? എന്താൽപി. എന്താൽപി 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 ഒരു സെക്കൻഡ് മക്കളെ. പിന്നെ ഓക്കെ, ഡെൽറ്റ എച്ച് എന്താ പറ? എന്താൽപി എന്താൽപി എന്താൽപി. ഡെൽറ്റ എസ് എന്താ? എൻട്രോപ്പി. ഇതൊക്കെ എഴുതി വെക്കണേ, ഇങ്ങനെ എഴുതിയാലേ മാർക്ക് കിട്ടൂടെ. ടി എന്താ? ടെമ്പറേച്ചർ. ടി ടെമ്പറേച്ചർ. മിക്കവാറും ആൻസർ ഷീറ്റിൽ കാണുന്ന ഒരു സാധനം നിങ്ങൾ ഇക്വേഷൻ എഴുതും, ഗിബ്സ് എൽമോൾട്സ് ഇക്വേഷൻ മക്കൾ എഴുതും, പക്ഷെ എന്തുണ്ടാവില്ല, അതിൽ ഓരോ ടേമും നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതാറില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ 1 മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ മക്കൾ വിചാരിക്കും എന്താ ഫുൾ ഞങ്ങൾ എഴുതിയില്ലേ എന്നിട്ട് എന്താ മാർക്ക് തരാത്തത് എന്നുള്ള ഒരു തിങ്കിങ് വരും. ഒന്നുമില്ല, അതൊരു ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഡെൽറ്റ ജി സികൾ പറ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അതാണ് ഗിബ്സ് എൽമോൾട്സ് ഇക്വേഷൻ. സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. എഴുതണം, അതുകൂടി എഴുതണം. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ പറ മക്കൾ പറ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഒരിക്കലും നടക്കൂല. നോൺ സ്പോണ്ടേനിയസ്, നടക്കാത്ത റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ ഡെൽറ്റ ജി വെച്ച് ഒരു റിയാക്ഷൻ എന്ത് പറയാൻ പറ്റും? സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താ ഗിബ്സ് എൽമോൾട്സ് ഇക്വേഷൻ? എന്തിനു വേണ്ടിയാ? ഒരു റിയാക്ഷൻ. മക്കൾ കേൾക്കുന്നുണ്ടോ? മക്കൾ കേൾക്കുന്നുണ്ടോ? രാവിലെ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? റെഡിയാണ്. സ്പോണ്ടേനിറ്റി ഇതുറപ്പാണ്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഇത് ഉറപ്പാണ്. എന്താ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇക്വേഷൻ ആണെന്ത്? ഗിബ്സ് ഇക്വേഷൻ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി എന്താ? ഗിബ്സ് എനർജി. ഡെൽറ്റ എച്ച് എന്താ? എന്താൽപി. ഡെൽറ്റ എസ് എന്താ മക്കൾ പറ? എൻട്രോപ്പി. ക്ലിയർ അല്ലേ? ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ്. ഡെൽറ്റ എച്ച് അല്ലെ, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്താ? സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിലോ പൊന്നുമക്കൾ പറഞ്ഞേ നോൺ സ്പോണ്ടേനിയസ്. ക്ലിയർ? കിട്ടി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകില്ല നമ്മള്. എ കോമ്പൗണ്ട് കണ്ടെയ്ൻ 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96. വാട്ട് ഈസ് ഇറ്റ്സ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല? ഷോർട്ടായിട്ട്, വളരെ ഷോർട്ടായിട്ട് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും നമുക്ക് കാണാൻ പറ്റും. ആദ്യം മോളിക്കുലർ ഫോർമുല കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അങ്ങ് എഴുതുക. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു മക്കൾ നോക്കിയേ, മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇതാണ് നമ്മൾ ഇക്വേഷൻ. എന്താ പറ? മോളിക്കുലർ ഫോർമുല കാണാൻ എങ്ങനെയാ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഇതിൽ എന്തൊക്കെ തന്നിട്ട് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് മോളാർ മാസ് തന്നിട്ട് എത്രയാ? 98.96 തന്നിട്ടുണ്ട്. 98.96 തന്നിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ടേമുകളൊക്കെ നമ്മൾ കാണണം. എംപിരിക്കൽ ഫോർമുല മാസ് കാണണം, എംപിരിക്കൽ ഫോർമുല കാണണം. അതൊക്കെ കണ്ടിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് കാണുന്നത്. ആദ്യം ഒരു കോളം ഉണ്ടാക്കണം, ഒരു ടേബിൾ ഉണ്ടാക്കണം, എലമെന്റ്സ് എഴുതണം. എലമെന്റ്സ് മക്കൾ നോക്കണേ, എലമെന്റ്സ് എഴുതുക. എലമെന്റ്സ് ആരൊക്കെയാ തന്നിരിക്കുന്നത്? ആരൊക്കെ തന്നിട്ടുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഹൈഡ്രജൻ എത്രയാ? ഹൈഡ്രജൻ എലമെന്റ്സ് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ എഴുതി. എന്നിട്ട് പെർസെൻറ്റേജ് ചെയ്താൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്രയാണെന്ന് എഴുതാം. ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ 4.07. സോറി, കാർബൺ ആണ്, ഹൈഡ്രജൻ ആണ് 4.07 ഉള്ളത്. ഹൈഡ്രജൻ 4.07 ആണ്. കാർബൺ കൊടുത്തിരിക്കുന്നത് 24.27 ആണ്. ക്ലോറിൻ കൊടുത്തിരിക്കുന്നത് എബൌട്ട് 71. എബൌട്ട് പറ 71. ക്ലിയർ ആണ്? അത് കറക്റ്റ് വാല്യൂ വന്നാൽ 71.65 ആണ്. 71.65. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതിയ പറ? ആദ്യം നമ്മൾ എലമെന്റ്സ് എഴുതി, പിന്നെ പെർസെൻറ്റേജ് എഴുതി. മക്കൾ നോക്കണേ, സിമ്പിളാ. ഇനി GAM ഗ്രാം അറ്റോമിക് മാസ് എഴുതുക. ഗ്രാം അറ്റോമിക് മാസ്. കാർബൺ എബൌട്ട് 12 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്, ക്ലോറിൻ്റെ 35.5. ക്ലിയർ അല്ലേ മക്കൾക്ക്? ഇതുവരെ ക്ലിയർ അല്ലേ? ആദ്യം ഞാൻ എലമെന്റുകൾ എഴുതി, പിന്നെ എന്ത് ചെയ്ത് പെർസെൻറ്റേജ് എഴുതി. വേഗം മാർക്ക് കിട്ടിയ ഈസി ആയിട്ട് മാർക്ക് കിട്ടി കോൾ ആക്കിയാൽ മതി. ഇതാ ഇങ്ങനെ കോൾ ആക്കി അങ്ങ് എഴുതുക. ക്ലിയർ? പെർസെൻറ്റേജ്. അടുത്ത് നോക്കിക്കോ, ഇതാ
ഇങ്ങനെ കോളാക്കുക. വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. റെഡി നോക്കുക. അപ്പോൾ എലമെന്റ്സ് എഴുതി, പെർസെൻറ്റേജ് GAM എഴുതി. ഇനി പെർസെൻറ്റേജ് ബൈ GAM, പെർസെൻറ്റേജ് ബൈ GAM ചെയ്ത് നോക്കുക. നമ്മൾ എത്രയാ 24.27 ഡിവൈഡ് ബൈ 12 ദാറ്റ്സ് ഈക്വൽ ടു എബൌട്ട് 2. മറ്റെത്രയാ 4.07 ബൈ 1 ദാറ്റ്സ് ഈക്വൽ എബൌട്ട് 4. 71.65 ബൈ എത്ര വന്നു 35.5 ദാറ്റ് ഇസ് ഈക്വൽ ടു എബൌട്ട് എത്ര കിട്ടി 2 കിട്ടി. സോ എത്ര കാർബണാണ് നമുക്ക് പറയാം? 2 കാർബണും 4 ഹൈഡ്രജനും 2 ക്ലോറിനും. ശരിയല്ലേ? 2 കാർബൺ എണ്ണ എത്രയാ 2, ഹൈഡ്രജൻ എത്രയാ? ഓക്കെ, ഇനി അടുത്തത് ഒരു സെക്കൻഡ് സിംപ്ലസ്റ്റ് റേഷ്യോ. ഒറ്റ പോയിന്റ് കൂടി, സിംപ്ലസ്റ്റ് റേഷ്യോ കാണണം. റെഡി, കാണാൻ പോവുകയാണേ. അപ്പോൾ എന്തൊക്കെയാ മക്കളെ പറഞ്ഞേ? ആദ്യം എലമെന്റ് എഴുതി. ആദ്യം നമ്മൾ എന്ത് എഴുതി പറ? എലമെന്റുകൾ എഴുതി. ഏതൊക്കെയാ? കാർബണ്, ഹൈഡ്രജന്, ക്ലോറിന്. അടുത്ത പെർസെൻറ്റേജ് എഴുതി. 24.27, 4.07, 71.65. ഇനി GAM ഗ്രാം അറ്റോമിക് മാസ് എഴുതി. 12, 1, 35.5. ഇനി പെർസെൻറ്റേജ് ബൈ GAM. ഇതൊക്കെ ഒരു കാൽക്കുലേറ്ററിനൊക്കെ ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റില്ലേ മക്കൾക്ക്? റെഡി. ഇനി സിംപ്ലസ്റ്റ് റേഷ്യോ, അത് മാത്രമേ ചെറിയൊരു പണിയുള്ളൂ. സിംപ്ലസ്റ്റ് റേഷ്യോ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ മക്കൾ നോക്കുക. ഏറ്റവും ചെറിയ വാല്യൂ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, 2 ഉണ്ട്. മക്കൾ പറ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? ഏറ്റവും ചെറിയ വാല്യൂ 2 അല്ലേ? അപ്പോൾ ഈ 2നെ എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ ടേമിനെയും 2 കൊണ്ട് ഏറ്റവും ചെറിയ വാല്യൂ കൊണ്ട് എല്ലാ ടേമിനെയും നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യും. മക്കൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണേ. ഇതാ 2/2 എത്ര കിട്ടി? 1. 4/2 എത്ര കിട്ടി? 2. 2/2 എത്ര കിട്ടി? 1. ഓക്കെ, അപ്പൊ എംപിരിക്കൽ ഫോർമുല കിട്ടി. CH2Cl ആണ്. എന്താ പറ? എംപിരിക്കൽ ഫോർമുല. ഒരു കാർബൺ എംപിരിക്കൽ ഫോർമുല എന്താ? എംപിരിക്കൽ ഫോർമുല കിട്ടി. ഏതാ? C ഒരു കാർബൺ ആണുള്ളത്, 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ക്ലോറിൻ. ഇതാ ഒരു കാർബൺ, മക്കൾ കണ്ടോ? ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, 1 ക്ലോറിൻ. എംപിരിക്കൽ ഫോർമുല എന്താ കിട്ടി? CH2Cl. ക്ലിയർ ആണ്? എംപിരിക്കൽ ഫോർമുല എന്താ? CH2Cl. ഇനി മക്കൾ എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പോവുക. എംപിരിക്കൽ ഫോർമുല മാസ് അഥവാ EFM കാണാൻ പോവുക. ഈ ഇക്വേഷൻ മക്കൾ നോക്കിക്കോ. ഈ ഇക്വേഷൻ നമുക്ക് അറിയാത്ത ഏത് മാത്രമാണ് ഉള്ളത്? എംപിരിക്കൽ ഫോർമുല മാസും എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇപ്പൊ എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇനി എംപിരിക്കൽ ഫോർമുല മാസ് മാത്രമല്ല അറിയാത്തുള്ളത്, നമ്മൾ കൊടുക്കാൻ പോവുകയാണേ. എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ പോവുകയാണ്. ഒരു കാർബൺ ആണ് 12. കാർബണിന്റെ അറ്റോമിക് മാസ് 12 അല്ലേ? കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? 12. 2 ഹൈഡ്രജൻ ആണ് 2 × 1. ക്ലോറിൻ എത്രയാ? 1 × 35. 1 × 35. 35.5 എടുക്കുന്നില്ല, 35 എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ കാർബണിന്റെ എത്രയാ? 12 കിട്ടി. ഹൈഡ്രജന് 2 × 1 കിട്ടി. ക്ലോറിൻ എത്രയാ? 1 × 35.5 ആണ്. ഞാൻ റൗണ്ട് ചെയ്ത് 35 എടുത്താണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര കിട്ടുക? ഇത് കിട്ടുന്നത് 35 + 12 എത്ര കിട്ടി? 47. 47 + 2 എത്ര കിട്ടി? 49. സോ എംപിരിക്കൽ ഫോർമുല മാസ് ഈസ് 49 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? റെഡി അല്ലേ മക്കൾ? റെഡി അല്ലേ? ഒരു കാർബണിന്റെ 12 ആണ്. ഇതാ ഒരു കാർബണിന്റെ 12 ആണ്. 2 ഹൈഡ്രജന്റെ 2 × 1 ആണ്. ഒരു ക്ലോറിനതോ 1 × 35 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 49. മക്കൾ ഓക്കെ ആണ്? റെഡി. ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതാ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു ഇവിടെ ചെയ്യട്ടെ. മോളാർ മാസ് എത്രയാ? 98.96 ഡിവൈഡഡ് ബൈ 49 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CH2Cl. റെഡി. ഇനി മോളിക്കുലർ ഫോർമുല ഇത് 2 ആണ് ഇൻറ്റു CH2Cl. റെഡി. ഈ 2 ഇവിടെ കൊടുക്കുക. ഇതാ ഇവിടെയുള്ള 2 മക്കൾ നോക്കണേ. ഇവിടെയുള്ള 2 ഇതിന് കൊടുക്കുക. ഇവിടെയുള്ള 2 ഇതിന് കൊടുക്കുക. ഇവിടെയുള്ള 2 ഇതിനും കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? C2 എന്താ കിട്ടി? C2H4Cl2. സോ ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല ഈസ് C2H4Cl2. കിട്ടിയില്ലേ? എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും ഒക്കെ കിട്ടിയില്ലേ? റെഡി അല്ലേ? യെസ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഒരുപാട് സമയമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? What are the observation made by Rutherford in alpha particle experiment? എന്തൊക്കെയായിരുന്നു ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്? ഒരു ഗോൾഡ് ഫോയിലൂടെ റുദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ പാസ് ചെയ്യാണ് അല്ലെ? ഫാസ്റ്റ് മൂവിംഗ് ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലൂടെ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തപ്പം റുദർഫോർഡിന് 3 ഒബ്സർവേഷനും 3 കൺക്ലൂഷനും കിട്ടി. ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യാനാണ് റുദർഫോർഡ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. എന്തൊക്കെയാ ഒബ്സർവേഷൻ? കടത്തിവിടുന്ന 99.9% ആൽഫ പാർട്ടിക്കിളും മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദ ഫോയിൽ വിതൗട്ട് മേക്കിംഗ് എനി ഡിഫ്ലക്ഷൻ. കടത്തിവിടുന്ന മിക്കവാറും ആൽഫ പാർട്ടിക്കിളും പൊന്നുമക്കളെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ, ഫാസ്റ്റ് മൂവിംഗ് ആൽഫ പാർട്ടിക്കിൾ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ ആ പോയിന്റിലൂടെ കടന്നു പോയപ്പം റുദർഫോർഡ് ഒബ്സർവ് ചെയ്തു അല്ലെ? റുദർഫോർഡ് കൺക്ലൂഷനിലേക്ക് എത്തി. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി.
എന്തൊക്കെയാ പറ? ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇവിടെ ഒബ്സർവേഷൻ മാത്രമാണ് മക്കളോട് ചോദിച്ചത്. പക്ഷേ ജനറലി ഒബ്സർവേഷനും ചോദിക്കാറുണ്ട്, കൺക്ലൂഷനും ചോദിക്കാറുണ്ട്. 3 മാർക്കിനൊക്കെ ആണെങ്കിൽ 2 മാർക്കിന് ഒബ്സർവേഷൻ ഒക്കെയാണ് ചോദിക്കാറ്. അപ്പൊ മക്കളെ പറഞ്ഞേ, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദ ഫോയിൽ വിതൗട്ട് മേക്കിംഗ് എനി ഡിഫ്ലക്ഷൻ, ദെൻ ഹി അസ്യൂംഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിന്റെ മിക്കവാറും സ്പേസും എംപ്റ്റി ആണെന്നാണ് റുദർഫോർഡ് വിചാരിച്ചിരിക്കുന്നത്. റുദർഫോർഡ് കൺക്ലൂഷനിലേക്ക് എത്തിയത് ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജിൽ ആൽഫ പാർട്ടിക്കിൾ ഒരു പ്രശ്നവുമില്ലാതെ ആ പോയിന്റിലൂടെ കടന്നു പോയപ്പോൾ അയാൾ എന്ത് മനസ്സിലാക്കി? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. Some of the alpha particles deflected with some angle. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ റുദർഫോർഡിന് മനസ്സിലായി ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ചാർജിൽ ആൽഫ പാർട്ടിക്കിൾ വേറൊരു പോസിറ്റീവിന് അടുത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഡിഫ്ലക്ട് ചെയ്യുക. സോ ആറ്റംസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. ആറ്റത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു? സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് വിത്ത് സം ആംഗിൾ. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു എന്ന് റുദർഫോർഡ് എന്ത് മനസ്സിലാക്കി? ആറ്റംസ് ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രം തിരിച്ചു പോയപ്പം പോസിറ്റീവ് ചാർജ്, ആ ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് എടുത്തിരിക്കുന്ന സ്പേസ് വളരെ ചെറുതാണെന്ന് റുദർഫോർഡിന് മനസ്സിലായി. അപ്പൊ എന്തൊക്കെ ഒബ്സർവേഷൻ പറഞ്ഞേ? 3 ഒബ്സർവേഷൻ പറഞ്ഞു പഠിച്ചോ. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ pass through the foil without making any deflection, then he assumed that most of the space in the atom is empty. ഒന്ന് പഠിച്ചില്ലേ? രണ്ടാമത്തത്, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് വിത്ത് സം ആംഗിൾ, then he assumed that atoms having a positive charge. ആറ്റത്തിനുള്ളിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്തുകൊണ്ടാ? ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ചാർജിൽ ആൽഫ പാർട്ടിക്കിൾ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേറെ പോസിറ്റീവിന് അടുത്തുകൂടെ സഞ്ചരിക്കണം. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ തിരിച്ചു പോയുള്ളൂ എന്ന് മനസ്സിലായപ്പം റുദർഫോർഡിന് എന്ത് മനസ്സിലായി? പോസിറ്റീവ് ചാർജ് ഈസ് വെരി സ്മോൾ. അതായത് ഇങ്ങനെ കൊളൈഡ് ചെയ്താൽ മാത്രമേ തിരിച്ചു പോകുള്ളൂ. ആ കൊളീഷന്റെ അളവ് വളരെ കുറവാണെന്ന് മനസ്സിലായപ്പം റുദർഫോർഡ് പറഞ്ഞു വലിയ സ്പേസിനുള്ളിൽ ചെറിയൊരു സ്ഥലം മാത്രമേയാണ് ആ പോസിറ്റീവ് ചാർജ് എടുത്തത്. ആ പോസിറ്റീവ് ചാർജിന് റുദർഫോർഡ് വിളിച്ച പേരാണ് മക്കളെ ന്യൂക്ലിയസ്. റുദർഫോർഡ് പറഞ്ഞു ആറ്റത്തിന് 2 പാർട്ടാണുള്ളത്. ആറ്റത്തിന്റെ സെന്റർ, ആറ്റത്തിന്റെ മിക്കവാറും മാസം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ പോസിറ്റീവ് ചാർജുള്ള സെന്ററിന് റുദർഫോർഡ് വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലിട്ടും ഇലക്ട്രോണുകൾ കറങ്ങുന്ന പാത്തിനെ റുദർഫോർഡ് എന്ന് വിളിച്ചു ഓർബിറ്റ് എന്ന് വിളിച്ചു ഓർബിറ്റ്. ക്ലിയർ? അത്രയൊന്നും ചോദിച്ചില്ല. വാട്ട് ആർ ദ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ റുദർഫോർഡ് എന്നേ ചോദിച്ചുള്ളൂ. നമ്മൾ ഒബ്സർവേഷനും പഠിച്ചു, കൺക്ലൂഷനും പഠിച്ചു. റെഡി? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? എക്സാമിലെ കൂടുതൽ പറയാനൊന്നും സമയമില്ല. ഓക്കെ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒരു ആറ്റത്തിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an electron is added to the valence shell of isolated gaseous atom. ഒരു ഗ്യാഷ്യസ് ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. കാരണം ഇലക്ട്രോണിനെ ന്യൂക്ലിയസിലേക്ക്, ഇത് ന്യൂക്ലിയസ് ആണ് മക്കൾ നോക്കുക, ഇത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇവിടെ ഓർബിറ്റ് ആണെങ്കിൽ ഇവിടത്തേക്ക് ഒരു ഇലക്ട്രോൺ വീഴാണെങ്കിൽ ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഈ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? എനർജി പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതായത് ഒരാറ്റത്തിന്റെ ഓർബിറ്റിലേക്ക് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോണും ന്യൂക്ലിയസ് തമ്മിലുള്ള അട്രാക്ഷന്റെ ഫലമായിട്ട് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്ന് പറഞ്ഞേ, ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. when an electron is added to the valence shell of isolated gaseous atom. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒന്നുകൂടി ഡെഫിനിഷൻ ക്ലിയർ ആക്കിയേ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി പറഞ്ഞു പഠിച്ചോ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an electron is added to the valence shell of isolated gaseous atom. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ വാല്യൂ.
ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ദെൻ ഫ്ലൂറിൻ. സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ഇന്നലെ അഞ്ജിത മിസ് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ആൻസർ ചെയ്താൽ മതി. ഫ്ലൂറിന് സ്മോൾ സൈസ് ആയതുകൊണ്ട് ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ അത്ര എഴുതണ്ടു. ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട. ഫ്ലൂറിന് സ്മോൾ സൈസ് ആയതുകൊണ്ട് ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. സോ ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ആരെക്കാൾ കുറവായിരിക്കും? ക്ലോറിനേക്കാൾ കുറവായിരിക്കും. ഒരുപാട് പഠിക്കണ്ടേ. ഡ്യൂ ടു ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ അഡിഷൻ ഓഫ് ഇലക്ട്രോൺ ടു ദ വാലൻസ് ഷെൽ ഓഫ് ഫ്ലൂറിൻ ഈസ് ഡിഫിക്കൽട്ട്. എന്തായതുണ്ട്? ഡ്യൂ ടു ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ, ഉള്ളിലുള്ള ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കാരണം. അത്ര എഴുതണ്ടു. 1 മാർക്കോ 2 മാർക്കോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മക്കൾ ഇത്ര എഴുതണ്ടു. ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ക്ലോറിനേക്കാൾ കുറവാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ഇതാ? ഡ്യൂ ടു ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ അഡിഷൻ ഓഫ് ഇലക്ട്രോൺ ടു ദ വാലൻസ് ഷെൽ ഓഫ് ഫ്ലൂറിൻ ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ആരെക്കാൾ കുറയുന്നത്? ക്ലോറിനേക്കാൾ കുറയുന്നത്. അപ്പൊ എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ an electron is added to the valence shell of isolated gaseous atom. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ആരെക്കാൾ കുറവാണെന്ന് ചോദിച്ചത് ക്ലോറിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? സൈസ് കുറവായിട്ട്. സാധാരണ സൈസ് കുറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി കൂടണം. പക്ഷേ സൈസ് കുറവായിട്ട് പോലും ഫ്ലൂറിന് കുറവാണ്. കാരണം ഫ്ലൂറിന് കുറയാൻ കാരണം ഫ്ലൂറിന് വളരെ കുറഞ്ഞ സൈസ് ആയതുകൊണ്ട് ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ. ആ പോയിന്റ് ഓർമ്മിച്ച മക്കള്. ഡ്യൂ ടു ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ ഫ്ലൂറിൻ ഹാസ് ലോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ദാൻ ക്ലോറിൻ. അത്ര മതി. ആ പോയിന്റേ വേണ്ടു എക്സാമിന്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി. നമ്മൾ നോക്കാം എന്താണ് വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. നമ്മൾ അമോണിയ മോളിക്യൂൾ എടുക്കുക. അമോണിയ മക്കളെ പറഞ്ഞേ. സെൻട്രൽ ആറ്റം ആരാണ്? സെൻട്രൽ ആറ്റം നൈട്രജൻ ആണല്ലേ. സെൻട്രൽ ആറ്റം നൈട്രജൻ. അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 2,5. മക്കൾ കാണുന്നുണ്ടല്ലേ? വാലൻഷ്യലിൽ 5 ഇലക്ട്രോൺസ് ആണ് മക്കളെ. നൈട്രജന്റെ വാലൻഷ്യൽ എത്രയാ? 5. മക്കളെ ഇത് എത്ര ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യും? ഇവിടെ 3 ഹൈഡ്രജൻ ഉള്ളത്. 1 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ. എത്ര ബോണ്ട് പെയറാ? ബോണ്ട് പെയർ 3 ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. ലോൺ പെയർ എത്രയാ? 1. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി പറയുന്നത് ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകളായിരിക്കും മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം വിൽ ഡിറ്റർമിൻ ദി ഷേപ്പ് ഓഫ് മോളിക്യൂൾ. ഞാൻ എഴുതിയ കണ്ടോ? അമോണിയ സെൻട്രൽ ആറ്റം നൈട്രജൻ ഒന്നുള്ളതാണ്. സെൻട്രൽ ആറ്റം ആരാ ഒന്നുള്ളത്? നൈട്രജൻ ആണ് ഒന്നുള്ളത്. അറ്റോമിക് നമ്പർ 7 ആണ്. 2,5. വാലൻഷ്യലിൽ 5 ഇലക്ട്രോൺസ്. വാലൻഷ്യൽ എത്രയാ? 5 ഇലക്ട്രോൺസ് എഴുതി. ഈ 5 ഇലക്ട്രോൺസിൽ 3 ആൾ ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്തു. ഈ 3 ആളാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ 3 ഹൈഡ്രജനാണുള്ളത്. അപ്പോൾ ബോണ്ട് പെയർ 3 ആണ്. ഇത് 3 ബോണ്ട് പെയർ ആണ്. ഇതൊന്ന് ലോൺ പെയർ ആണ്. അപ്പൊ 3 ബോണ്ട് പെയർ ഉണ്ട്, 1 ലോൺ പെയർ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അവര് പറഞ്ഞതാണ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകൾ അത് ബോണ്ട് പെയർ ആവാം, ലോൺ പെയർ ആവാം. അവരായിരിക്കും മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. ഈ ഇലക്ട്രോൺ പെയറുകൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും മിനിമം റിപ്പൾഷനും മാക്സിമം സ്റ്റെബിലിറ്റിയും കിട്ടുന്ന രീതി എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. ഈ ഇലക്ട്രോൺ പെയറുകൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും മിനിമം റിപ്പൾഷനും മാക്സിമം സ്റ്റെബിലിറ്റിയും കിട്ടുന്ന രീതി എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. അതാണ് ജോമെട്രി എന്ന് പറഞ്ഞാൽ. These electron pairs are arranged itself in space in such a way as to get minimum repulsion and maximum stability. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺ പേഴ്സ് വെദർ ബോണ്ട് പെയർ ഓർ ലോൺ പെയർ വിൽ ഡിറ്റർമിൻ ദി ജോമെട്രി ഓഫ് മോളിക്യൂൾ. ഒരു മോളിക്യൂളും ജോമെട്രിയും ഷേപ്പും തീരുമാനിക്കുന്നത് ബോണ്ട് പെയറും ലോൺ പെയറും ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഈ ഇലക്ട്രോൺ പെയറുകൾ മിനിമം റിപ്പൾഷനും മാക്സിമം സ്റ്റെബിലിറ്റിയും കിട്ടുന്ന രീതിയിൽ പൊന്നുമക്കളെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. ക്ലിയർ അല്ലേ? റിപ്പൾഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാവുക ലോൺ പെയറും തമ്മിലാണ്. ലോൺ പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. കിട്ടിയില്ലേ? ലോൺ പെയർ ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തിയിരിക്കുക. ഏത് ഷേപ്പ് നോക്കിയാലും 2 ലോൺ പെയറുള്ള മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തിയാൽ കാണാം. കാരണം ലോൺ പെയറും തമ്മിൽ വളരെ റിപ്പൾഷൻ കൂടുതലാണ്. അത്ര റിപ്പൾഷൻ ഇല്ല ആര് തമ്മിൽ? ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ വളരെ കുറഞ്ഞ റിപ്പൾഷൻ ആര് തമ്മിലുള്ളൂ? ബോണ്ട് പെയറും തമ്മിലുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തിയിരിക്കുക 2 ലോൺ പെയറുകളെ തമ്മിലാണ്. ക്ലിയർ? അപ്പൊ ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാ പോസ്റ്റുലേറ്റ്സ്? വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു നോക്ക് മക്കള്. ഇപ്പൊ പഠിച്ച് എഴുതാൻ പറ്റും. ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വെദർ ബോണ്ട് പെയർ ഓർ ലോൺ പെയർ ഇപ്പൊ പഠിച്ച് എഴുതാൻ പറ്റും. വിൽ ഡിറ്റർമിൻ ദി ജോമെട്രി ഓഫ് മോളിക്യൂൾ. 1.
രണ്ടാമത്തത് these electron pairs arranged itself in space in such a way as to get minimum repulsion and maximum stability. 3 lone pair repulsion greater than lone pair bond pair repulsion greater than bond pair. കിട്ടിയല്ലോ. ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ ആര് തമ്മിലാ? ലോൺ പെയറും പിന്നെയോ ലോൺ പെയറും ബോണ്ട് പെയറും പിന്നെയോ ബോണ്ട് പെയറും. മക്കൾ റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ഒന്നുമില്ല, ലാറ്റിസ് എൻതാൽപ്പി ഈസിയാണ്, വലിയ ടഫ് ഒന്നുമില്ല. Na+Cl- അയോണും കമ്പൈൻ ചെയ്ത് NaCl ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യും. എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. രണ്ട് ഓപ്പോസിറ്റ് ചാർജിൽ അയോണുകൾ കമ്പൈൻ ചെയ്ത് 1 മോൾ അയണിക് കോമ്പൗണ്ട്. NaCl ഒരു അയണിക് കോമ്പൗണ്ട് ആണ്. അത് കണ്ടിന്യൂസ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നല്ല. പക്ഷേ എങ്ങാനും ഈ എക്സാമിന് ചോദിച്ചാലോ, എക്സാമിൻ്റെ ഒക്കെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടൊന്നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ക്ലിയർ? അപ്പം മുൻപ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടായിരുന്നു അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. ഇപ്പം നമ്മൾ NCERT ബുക്കിൽ ഏതെങ്കിലും എക്സെപ്ഷണൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മാർക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മക്കൾ പഠിച്ചു വെക്കണം. രണ്ട് ഓപ്പോസിറ്റ് ചാർജിൽ അയോണുകൾ കമ്പൈൻ ചെയ്ത് 1 മോൾ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണിത് ലാറ്റിസ് എൻതാൽപ്പി. It is the amount of energy released. മക്കൾ പറ, it is the amount of energy released. It is the amount of energy released during the formation of 1 mole of an ionic compound. During the formation of 1 mole of an ionic compound from its constituent ion. രണ്ട് ഓപ്പോസിറ്റ് ചാർജിൽ അയോണുകൾ കമ്പൈൻ ചെയ്ത് 1 മോൾ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത്, രണ്ട് ഓപ്പോസിറ്റ് ചാർജിൽ അയോണുകൾ കമ്പൈൻ ചെയ്ത് 1 മോൾ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണെന്ത് ലാറ്റിസ് എൻതാൽപ്പി. നമുക്കതിനെ യുമാക്സ് എന്നൊക്കെ പറയാം. യുമാക്സ് റെപ്രസെന്റ് യുമാക്സ് ലാറ്റിസ് എൻതാൽപ്പി. ഇതിവിടെ നെഗറ്റീവ്, എന്താ പറയുക, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താ ലാറ്റിസ് എൻതാൽപ്പി? ഇറ്റ് ഈസ് ദ amount of energy released. It is the amount of energy released during the formation of 1 mole of an ionic compound from its constituent ion. കിട്ടിയില്ലേ? ആ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, NH3ക്ക് ഡൈപോൾ മൊമെന്റം NF3നേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട് എന്നുള്ള NH3യുടെ ഡൈപോൾ മൊമെന്റം 4.9 × 10⁻30 ആണ്. മക്കൾ നോക്കണ്ട, വാല്യൂ നോക്കണ്ട, ജസ്റ്റ് വാല്യൂ നോക്കി വെക്കുക. NH3ക്ക് വളരെ ഡൈപോൾ മൊമെന്റം വളരെ കൂടുതലാണ്. ആരെക്കാളും? NF3യേക്കാളും. നമുക്ക് നോക്കാം. NH3 മക്കൾ ഇതിനെ നോക്കണേ. NH3 ഇതാണ് NH3യുടെ ഷേപ്പ്, പിരമിഡൽ ഷേപ്പാണ്. നമുക്കിവിടെ ഇതാ NH3 മക്കൾ നോക്കിയാൽ NH3ക്ക് പിരമിഡൽ ഷേപ്പാണ്. പിരമിഡൽ ഷേപ്പ് ക്ലിയർ അല്ലേ? പിരമിഡൽ ഷേപ്പ്. NF3 3 ഫ്ലൂറിനുണ്ട്. യെസ്, NF3 ഇതിനും പിരമിഡൽ ഷേപ്പാണ്. റെഡി. നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി മാർക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ ഏതാ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്? ഇവിടെ നോക്കണേ. ഇതാ ഡൈപോൾ മൊമെന്റ് മാർക്ക് ചെയ്യാൻ പോണേ. നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആദ്യം മക്കൾ തീരുമാനിക്കുക. അതിനൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഫോൺ ക്ലോബർ എന്ന് എഴുതി പഠിച്ചാൽ മതി. ഫോൺ ക്ലോബർ എന്ന് എഴുതി പഠിച്ചാൽ മതി. ഫോൺ ക്ലോബർ മക്കൾ നോക്കണേ. ഫോൺ ക്ലോബർ. യെസ്, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ബ്രോമിൻ. ഇതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ. ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആരാ മക്കളെ? ഫ്ലൂറിനാണ്. പിന്നെ ആരാ? ഓക്സിജൻ ആണ്. പിന്നെ ആരാ? നൈട്രജൻ ആണ്. പിന്നെ ആരാ? ക്ലോറിൻ ആണ്. പിന്നെ ആരാ? ബ്രോമിൻ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ആണിത്. ഫോൺ ക്ലോബർ. എന്താ പറ? ഫോൺ ക്ലോബർ. അപ്പോൾ ഇതിൽ ആരാ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്? മക്കൾ പറഞ്ഞ നൈട്രജൻ ആണല്ലേ. ആരാ? നൈട്രജൻ. മക്കൾ നോക്കി, ഇവിടെ നോക്കിയാൽ ഇവിടെ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ആരാ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്? നൈട്രജൻ. സോ ഇലക്ട്രോൺ മൂവ് ചെയ്യുക ആരടുത്തേക്കാ? നൈട്രജൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. യെസ്, ഇവിടെയും ഇലക്ട്രോൺ ആരടുത്തേക്ക് മൂവ് ചെയ്യും? നൈട്രജൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ഇവിടെയുള്ള ഇലക്ട്രോൺ നൈട്രജൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ലോൺ പെയർ മുകളിലോട്ട് മൂവ് ചെയ്യും. മക്കളെ കണ്ടോ, ഈ എല്ലാ വെക്ടറും ഒരേ ഡയറക്ഷനിലല്ലേ സഞ്ചരിക്കുന്നത്? അല്ലേ? ഈ എല്ലാ വെക്ടറും ഒരേ ഡയറക്ഷനിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്യപ്പെടൂലേ? ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ. അത്ര നിങ്ങൾ എഴുതണ്ട. ഇവിടെ ഡൈപോൾ മൊമെന്റ് കൂടുതലാണ്. എന്ത് ചെയ്യുക? വെക്ടേഴ്സ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ mu not equal to 0, ഡൈപോൾ മൊമെന്റ് not equal to 0 എന്ന് എഴുതിയാൽ മതി. അവിടെ തന്ന വാല്യൂ കൊടുക്കുക. അവിടെ തന്ന വാല്യൂ 4 × 10⁻30 ആണ്. അബൌട്ട് 4 × 10⁻30. ക്ലിയർ അല്ലേ? അതവിടെ കൊടുത്ത വാല്യൂ നോക്കി. ഇവിടെ കൊടുത്ത വാല്യൂ ഇല്ലേ? അതങ്ങ് എഴുതി വെക്കുക. 10⁻30 സെന്റിമീറ്റർ എന്ന് എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? NF3യുടെ കേസിൽ നോക്കിക്കോ. നൈട്രജൻ ആണോ ഫ്ലൂറിനാണോ മക്കളെ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? ഇവിടെ നോക്ക് മക്കൾ നോക്കിക്കോ. ഇതിൽ ആര് നോക്ക്? നൈട്രജൻ ആണോ ഫ്ലൂറിനാണോ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്? ആരാ? ഫ്ലൂറിനല്ലേ.
ഫ്ലൂർ ആദ്യം വരുന്നത് ഫ്ലൂറിനല്ലേ. സോ ഇലക്ട്രോൺസ് മൂവ് ആരടുത്തേക്കാ? ഫ്ലൂറിനടുത്തേക്കാണ്. ഇലക്ട്രോൺ ആരാണോ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് അയാളടുത്തേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ഫ്ലൂറിനടുത്തേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ഈ ലോൺ പെയർ എപ്പോഴും മൂവ് ചെയ്യുക എങ്ങോട്ടാ? ലോൺ പെയർ മൂവ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷൻ ആണ്. സോ മ്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. മ്യൂ കുറവാണ്. എത്ര വരുന്നത്? 0.8 × 10⁻³ ആണ്. 0.8 × 10⁻³ ആണ്. 0.8 × 10⁻30. 0.8 × 10⁻30 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ് കുറവാണ്. അതായത് ഇവിടെ വെക്ടേഴ്സ് ആഡ് ചെയ്യാണ് അല്ലെ. NH3 വെക്ടേഴ്സ് ആഡ് ചെയ്യാണ്. NF3 വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഈ 3 വെക്ടേഴ്സും താഴോട്ടാണ്. ഒരു വെക്ടർ എന്താ ഈ 3 വെക്ടേഴ്സ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു വെക്ടർ മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ക്യാൻസൽ ചെയ്യും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എല്ലാ വെക്ടേഴ്സും ആഡ് ചെയ്യുക, ഒരേ ഡയറക്ഷനിൽ സംഭവിക്കുക. സോ എന്ത് ചെയ്യും? ഇവിടെ ഡൈപോൾ മൊമെന്റ് കൂടുതലാണ്. സോ ഡൈപോൾ മൊമെന്റ് ഓഫ് NH3 is greater than NF3. ക്ലിയർ അല്ലേ? അവിടെ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉള്ളത്. ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി എന്നാണ്. ഡിഫൈൻ ലാറ്റിസ് എന്തായിരുന്നു? ലാറ്റിസ് എൻതാൽപ്പി 2 ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ കമ്പൈൻ ചെയ്ത് 1 മോൾ അയോണിക് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണിത് ലാറ്റിസ് എൻതാൽപ്പി. അടുത്ത ക്വസ്റ്റ്യൻ, NH3യുടെ ഡൈപോൾ മൊമെന്റം NF3നേക്കാൾ കൂടുതലാണെന്ന് ചോദിക്കുകയാണ്. NH3യിൽ ഡൈപോൾ മൊമെന്റ് വെക്ടർ ഒക്കെ ആഡ് ചെയ്യപ്പെടും. ഡൈപോൾ ഇത്ര ഇതുള്ളൂ. ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇൻ NH3 ഓൾ വെക്ടേഴ്സ് ആർ ആഡ് ടുഗദർ അല്ലെ. എല്ലാ വെക്ടേഴ്സും ഒരേ ഡയറക്ഷനാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇവിടെ 2 വെക്ടർ ഉണ്ട്. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ NH3 എന്ത് കൂടുതലാ? NH3ക്ക് ഡൈപോൾ മൊമെന്റം കൂടുതലാണ്. ആരെക്കാളും? NF3നേക്കാളും. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ ഓഫ് എ മോളിക്യൂൾ? എന്താ ബോണ്ട് ഓർഡർ? അതായത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയും മോളിക്യൂളിന്റെ എക്സിസ്റ്റൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മക്കളെ ബോണ്ട് ഓർഡർ അല്ലെ. മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയും മോളിക്യൂളിന്റെ എക്സിസ്റ്റൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണിത് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ½ × NB - NA എന്നാ. NB - NA. എന്താ NB? NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. NB എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ BMO ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. കിട്ടിയോ? അപ്പൊ എന്താ പറയാ? വാട്ട് ഈസ് ബോണ്ട് ഓർഡർ ഓഫ് എ മോളിക്യൂൾ? എന്താണ് ബോണ്ട് ഓർഡർ എന്ന? ½ × NB - NA നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റംസ് ആണ്. ബോണ്ട് 2 ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ½ × NB - NA. NB എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. NA എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ക്ലിയർ? ഹൗ ബോണ്ട് ഓർഡർ ഇസ് ഡയാറ്റമിക് കോവലന്റ് മോളിക്യൂൾ റിലേറ്റഡ് ടു ബോണ്ട് ലെങ്ത്? ഒന്നുമില്ല. ബോണ്ട് ഓർഡർ നോക്കിയാൽ ബോണ്ട് ഓർഡർ ഇവിടെ നോക്കിയാൽ മക്കൾ നോക്കിയാൽ ബോണ്ട് ഓർഡർ സിഗ്നിഫിക്കൻസ് എഴുതി പഠിച്ചാൽ മതി. ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എനർജി. ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the number of bonds. Bond order inversely proportional to bond length ആണ്. Bond length. Ready? Bond order directly proportional to bond energy ആണ്. Bond order directly proportional to number of bonds ആണ്. Bond order is inversely proportional to bond length. Bond order കൂടിയാൽ bond length എന്ത് ചെയ്യും? കുറയും. Bond order കൂടിയാൽ bond length കുറയും. Bond order 0 ആണെങ്കിൽ no bond. ആ രണ്ടാറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഉണ്ടാവില്ല. ആ രണ്ടാറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടാവില്ല? ബോണ്ട് ഉണ്ടാവില്ല. മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഹീലിയം മോളിക്യൂൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാ? സിമ്പിൾ ആയിട്ട് എഴുതാം. ഹീലിയം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഹീലിയം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. Ne2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാ? ബോണ്ട് ഓർഡർ 0 ആണ്. ഒരു മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ പൊന്നുമക്കളെ ആ മോളിക്യൂൾ എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യൂല. ക്ലിയർ. യെസ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ. കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ ഓഫ് F2 മോളിക്യൂൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ ബോണ്ട് ഓർഡർ എന്ന് മനസ്സിലായല്ലോ? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ½ × NB - NA. NB എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. NA എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് ABMO. എന്താ പറ? ABMO. മറ്റേതോ BMO. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത് എങ്ങനെയാ? സിഗ്നിഫിക്കൻസ് ഓഫ് ബോണ്ട് ഓർഡർ അവർ ചോദിക്കും. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബോണ്ട് ഓർഡർ? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഈ 3 പോയിന്റ് എഴുതി പഠിച്ചാൽ മതി. ബോണ്ട് ഓർഡർ ബോണ്ട് എനർജിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡർ നമ്പർ ഓഫ് ബോണ്ട്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡർ 0 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മോളിക്യൂൾ തമ്മിൽ ആറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടാവില്ല? ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ ബോണ്ട് ഉണ്ടാവത്തില്ല എന്ന് എഴുതാം. ക്ലിയർ? F2 മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ ചെയ്യാൻ പോകണേ. F2 ഫ്ലൂറിനാണ്. F2 നമ്പർ ഓഫ് ഇലക്ട്രോൺ 18. എത്ര പറ? 18 ഇലക്ട്രോൺ. നമ്മൾ എഴുതട്ടെ. കോൺഫിഗറേഷൻ എഴുതാൻ പോകണേ.
സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. സ്റ്റാർ ഉള്ളതാണ് ആന്റി ബോണ്ടിങ്. സ്റ്റാർ ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് ABM, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. എഴുതിയേ ഏതൊക്കെ പറ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ക്ലിയർ ആണ്? ഇനി പറയാൻ പോവുകയാണ്. റെഡിയാണ്? ഇനി സിഗ്മ 2pz, സിഗ്മ 2pz. അടുത്തത് പൈ 2px, പൈ 2px ഈക്വൽ ടു പൈ 2py. അടുത്തത് പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അടുത്തത് സിഗ്മ സ്റ്റാർ 2. ഇതാണ് ഓർഡർ. സിഗ്മ സ്റ്റാർ 2pz. ഏതൊക്കെയാ പറ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, പൈ 2px ഈക്വൽ ടു പൈ 2py, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py ആൻഡ് സിഗ്മ സ്റ്റാർ 2pz. 18 ഇലക്ട്രോൺ അല്ലേ? 2 4 6 8 10. ഇനി നോക്കിയാൽ 10 ആയില്ലേ? ഇനി എൻ്റർ ചെയ്യേണ്ടത് 11 12. ഇങ്ങനെ ഓരോന്നായിട്ട് എൻ്റർ ചെയ്യണം. 13 14. റെഡി അല്ലേ? ഓരോന്ന് എൻ്റർ ചെയ്യണം. അടുത്തത് 15 16 17 18. റെഡി അല്ലേ? സിംഗിൾ ആയിട്ട് ഒക്കെ പേര് 2 4 6. നോക്കിയോ 2 4 6 8 10 12 14 16 18. പറയാണേ ബോണ്ട് ഓർഡർ പറയാണേ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA, NB മൈനസ് NA, ഹാഫ് ഇൻറ്റു NB. സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽ എത്രയുണ്ട്? 2 4 6 8 10. റെഡി അല്ലേ? സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റൽ 10 ഇലക്ട്രോൺ. സ്റ്റാർ ഉള്ള ഓർബിറ്റൽ NA എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ള ഓർബിറ്റൽ എത്ര നോക്കിയേ? 2 4 6 8. എത്രയുണ്ട്? 8. സോ 2/2 ഈക്വൽ എത്രയാ? 1. സോ F2ന്റെ ബോണ്ട് ഓർഡർ എത്രയാ മക്കളെ? F2ന്റെ ബോണ്ട് ഓർഡർ എത്രയാ? 1 ആണ്. സോ 2/2 1 ബോണ്ട് ഓർഡർ F2 എന്താ? 1. ഒരു കാര്യം കൂടി പറയാം. മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ നോക്കാം. മക്കൾ നോക്കിയേ, ഇതിൽ 2 ഇലക്ട്രോൺ, ഇതിൽ 2 ഇലക്ട്രോൺ, ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 2. എല്ലാത്തിനും 2 ഇലക്ട്രോൺ വീതമല്ലേ? ഏതെങ്കിലും ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതുണ്ടോ? ഇല്ല. സോ മോളിക്യൂൾ ഈസ് ഡയാമാഗ്നറ്റിക്. മോളിക്യൂൾ ഈസ് പറ ഡയാമാഗ്നറ്റിക്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. സ്റ്റേറ്റ് ഹെസ്സസ് ലോ ആണ്. അത് നമുക്ക് ഹാഷിം സാറാണ് ചെയ്യുന്നത്. ഹാഷിം സാർ എവിടെ? ഓക്കെ, സാറാണ് റാബി സാർ. ഓക്കെ മക്കളെ, റാബി സാർ വന്നിട്ടുണ്ട്. ഇത് തെർമോഡൈനാമിക്സിലെയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആര് വന്നിട്ടുണ്ട്? റാബി സാർ വന്നിട്ടുണ്ട്. റാബി സാർ കമോൺ. റെഡി? അപ്പം മക്കൾ നന്നായിട്ട് എക്സാമിന് പോകുന്ന സമയത്ത് എഴുതി പഠിക്കണേ. ഈ ക്വസ്റ്റ്യനൊക്കെ സ്ലൈഡ് വെച്ച് എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്ത്. മാക്സിമം ഇത് തന്നെ വരുള്ളൂ, കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല. നന്നായിട്ട് എഴുതി പഠിക്കുക, നന്നായിട്ട് എഴുതി പ്രിപ്പയർ ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ സാറേ? ഓക്കെ. മൈക്ക് മക്കളെ പഠിച്ചില്ലേ? കെമിക്കൽ ബോണ്ടിങ്, ഇക്വിലിബ്രിയം, കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തില്ലേ? അടിപൊളിയായിട്ട് സാറ് പറഞ്ഞല്ലോ. രാവിലെ തന്നെ നമ്മളെ മോർണിംഗ് വൈബ് നമ്മളൊന്ന് പരീക്ഷയ്ക്ക് 100 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. എല്ലാവരും ലൈവിൽ വേണം. ഓക്കെ മക്കൾ, ഒരു ക്വസ്റ്റ്യൻ സാർ നേരത്തെ വായിച്ചു. സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. എന്താ ഹെസ്സസ് ലോ? അറിയാത്ത ആരുമില്ല. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും, തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളിലും ഹെസ്സസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്നൊരു ചോദ്യം വരുമെന്ന് നമ്മൾ 100% നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹെസ്സസ് ലോ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് തീരുമാനിക്കുന്ന ലോയാണ് ഹെസ്സസ് ലോ. എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷനാ. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. അഥവാ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം അത് ഒരു സ്റ്റെപ്പിലൂടെ പ്രൊഡക്റ്റ് ആയാലും വ്യത്യസ്ത സ്റ്റെപ്പിലൂടെ അതേ പ്രൊഡക്റ്റ് ആയാലും എൻതാൽപ്പി മാറില്ല, സെയിം ആയിരിക്കും. ഡു നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത്. അപ്പൊ അതിന് സ്റ്റേറ്റ് ഹെസ്സസ് ലോ. അപ്പൊ ഹെസ്സസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ദ എൻതാൽപ്പി ചേഞ്ച് ഈസ് സെയിം. പരീക്ഷ എഴുതി കൊടുക്കണം. ദ എൻതാൽപ്പി ചേഞ്ച് ഈസ് സെയിം whether the process takes place in a single step or several steps. ഒരു സ്റ്റെപ്പിടെ സംഭവിച്ചാലും വ്യത്യസ്ത സ്റ്റെപ്പിടെ സംഭവിച്ചാലും എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ ചോദിച്ചേക്കാം.
സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് എന്ന് ചോദിച്ചേക്കാം. അപ്പൊ ഇല്ലസ്ട്രേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യണം. എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് മാറുന്നു. അതിന് വേണ്ട എൻതാൽപ്പി ചേഞ്ച് y കിലോ ജൂളാന്ന് വിചാരിക്കാം. ഇനി എ ബി ആകുന്നു, ബി സി ആകുന്നു, സി ഡി ആകുന്നു. എ ബി ആവാൻ വേണ്ട എൻതാൽപ്പി x1, ബി സി ആവാൻ വേണ്ടത് x2, സി ഡി ആവാൻ വേണ്ടത് x3 എങ്കിൽ y ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് നമ്മൾ എഴുതി കൊടുത്താൽ ഹെസ്സസ് ലോന്റെ ഇല്ലസ്ട്രേഷനായി. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ CaCO3 കാൽസ്യം കാർബണേറ്റ് സോളിഡ്, കാൽസ്യം ഓക്സൈഡ് സോളിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഈ റിയാക്ഷന്റെ എൻതാൽപ്പി കാണണം, എൻതാൽപ്പി ഓഫ് ദാറ്റ് റിയാക്ഷൻ. ഇവർ തന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഹെസ്സസ് ലോ പ്രകാരം ഈ എല്ലാ എൻതാൽപ്പി ഓഫ് ഫോർമേഷനെയും ഇക്വേഷനുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇക്വേഷൻ 1/2 അങ്ങനെ അങ്ങോട്ടൊക്കെ തിരിച്ച് മാറ്റിയിട്ട് ഹെസ്സസ് ലോന്റെ പ്രോബ്ലം ചെയ്യാറുണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അതേ ആൻസറിൽ എത്താൻ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അത് ഹെസ്സസ് ലോന്റെ ബേസിൽ തന്നെയാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താ ഇക്വേഷൻ? എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ വാല്യൂ തന്നാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ സിഗ്മ എന്ന് പറഞ്ഞാൽ സം ഓഫ് സിഗ്മ AI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ BI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇത് ചെയ്താൽ നമുക്ക് ആ റിയാക്ഷന്റെ എൻതാൽപ്പി കിട്ടും. ഇത് ഹെസ്സസ് ലോ പ്രകാരം ചെയ്യുന്ന അതേ ആൻസർക്ക് തന്നെയാണ് അത് പോവുക. സിഗ്മ AI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ BI എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇനി മക്കൾ ഇവിടെ നോക്കുക. ഇവിടുത്തെ പ്രൊഡക്റ്റ് ഏതാണ്? കാൽസ്യം ഓക്സൈഡ് ആണ് ഒരു പ്രൊഡക്റ്റ്, അല്ലെ? കാൽസ്യം ഓക്സൈഡ് ആണ് ഒരു പ്രൊഡക്റ്റ്. അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അവർ തന്നത് 63.5 ആണ്. എത്ര 63.5. അപ്പൊ 63.5 എത്ര മോളാണ്? 1 മോളാണ്. അപ്പോൾ അതിന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ഇൻറ്റു 63.5 പ്ലസ് ഇനി അവിടെ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 63.5ന് സൈന് മൈനസ് ആണ്. മൈനസ് 63.5 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്ത പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡാ. അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് 393.5 മൈനസ് 393.5 സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആയി. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ്. വാട്ട് ഈസ് ദ റിയാക്റ്റന്റ് ഈസ് ഹിയർ? ദാറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിന്റെ വാല്യൂ കാൽസ്യം കാർബണേറ്റിന്റെ വാല്യൂ എത്രയാണ്? മൈനസ് 1206.9 മൈനസ് 1206.9. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് ദാറ്റ് റിയാക്ഷൻ കിടക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക 178.3 കിലോ ജൂളിന്റെ അടുത്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ വെച്ച് ഞാൻ പറയുന്നത്. നിങ്ങളതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് ഇതൊന്നും ചെയ്തൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ എസ്എസ് ലോ എന്താന്ന് പറഞ്ഞു? എസ്എസ് ലോന്റെ ഇല്ലസ്ട്രേഷൻ ശ്രദ്ധിക്കണം. എസ്എസ് ലോ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസുകൾ നമ്മൾ ഇക്വേഷനിൽ നമ്പർ കൊടുത്തുകൊണ്ട് തിരിച്ചു മറിച്ച് ഗുണിച്ച് ആ ക്വസ്റ്റ്യൻ ആ ചോദിച്ച ആൻസർക്ക് എത്താൻ വേണ്ട രീതിയിലുള്ള പ്രോബ്ലംസുകൾ. ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതിയ പ്രോബ്ലം എസ്എസ് ലോന്റെ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിലും ആ പ്രോബ്ലം ചെയ്യാൻ സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റന്റ് മാത്രം ചെയ്താൽ തന്നെ അതിന്റെ ആൻസറിൽ എത്താൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടക്ക് എല്ലാ വർഷവും ചോദിക്കാറില്ല, ഇടക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ കണ്ടെത്തണം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് ചോദിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് സിഗ്നിഫിക്കന്റ് ഫിഗറുമായി ബന്ധപ്പെട്ട് മെഷർമെന്റിന്റെ ഭാഗത്താണ് വരുന്നത്. എന്താ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ? റിലയബിൾ ഡിജിറ്റ് ആൻഡ് 1 അൺസർട്ടൻ ഡിജിറ്റ്.
റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് 1 അൺസർട്ടേൺ ഡിജിറ്റ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാൻ നമ്മളൊരു വീഡിയോ, ഒരു കണ്ടന്റ് വീഡിയോ നമ്മളെ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നോടിച്ച് സിഗ്നിഫിക്കൻറ്റ് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞുതരാം. ഓൾ നോൺ സീറോ, സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റും നോൺ സീറോ ആർ സിഗ്നിഫിക്കൻറ്റ്. ഇനി സീറോ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ പൊസിഷൻ. സീറോ ലീഡിംഗ് ആണെങ്കിൽ അഥവാ ലീഡിംഗ് സീറോ, തുടക്കത്തിൽ വരുന്ന സീറോ, ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഈ ഫസ്റ്റ് ഓപ്ഷനില് ഈ സീറോ ലീഡിംഗ് സീറോയാണ്. ലീഡിംഗ് സീറോ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ ഈ എക്സാമ്പിളുള്ള സീറോ ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. ലീഡിംഗ് സീറോ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ഇടയിൽപ്പെടുന്ന സീറോ, ട്രാപ്പ്ഡ് സീറോ, ട്രാപ്പ്ഡ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ് മക്കളെ. ട്രാപ്പ്ഡ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ലാസ്റ്റ് വരുന്ന സീറോ ട്രെയിലിംഗ് സീറോ. ട്രെയിലിംഗ് സീറോന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഡെസിമൽ ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. നോൺ ഡെസിമൽ സംഖ്യയാണെങ്കിൽ, പോയിന്റ് ഇല്ലാത്ത സംഖ്യയാണെങ്കിൽ അത് നോൺ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സീറോ അല്ലാത്തതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ലീഡിംഗ് സീറോ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ട്രാപ്പ്ഡ് സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. ലാസ്റ്റ് വരുന്ന സീറോ ഡെസിമൽ ഉള്ള ഒരു സംഖ്യയിലാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ ഇല്ലാത്തൊരു സംഖ്യയിലാണെങ്കിൽ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ കൗണ്ടിങ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, 20 എഗ്, ഒരു കോഴിമുട്ട, 20 എഗ്, 200 ലെമൺ, ഇങ്ങനെ കൗണ്ടിങ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നമുക്ക് വരാം. ലീഡിംഗ് സീറോ ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ വരുന്ന 5ഉം 2ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. ബിക്കോസ് ദേ ആർ നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് 2. ഓക്കെ, അടുത്ത രണ്ടാമത്തേൽ നോക്കൂ. ഈ 1 സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 2 സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 6 സിഗ്നിഫിക്കൻ്റ് ആണ്. ലാസ്റ്റ് വരുന്ന 0 ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. എന്തുകൊണ്ടല്ല? ഇവിടെ ഡെസിമൽ ഇല്ല. ഇവിടെ കാണുന്ന ഈ ഒരു വര ഡെസിമൽ അല്ല, അത് കോമയാണ്. ഡെസിമൽ അല്ല. അപ്പൊ ഡെസിമൽ ഇല്ലാത്തത് കൊണ്ട് ഈ കാണുന്ന സംഖ്യയിൽ ലാസ്റ്റ് വരുന്ന ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ദർ ഈസ് 3. ഓക്കെ, ഡിസ്റ്റിങ്. അപ്പൊ ക്ലിയർ ആയല്ലോ. സിഗ്നിഫിക്കന്റ് ഫിഗറുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി പരീക്ഷ തെറ്റിക്കരുത്. ഇന്നത്തെ എക്സാമിന് എങ്ങാനും സിഗ്നിഫിക്കന്റ് ഫിഗർ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, എന്നെ ഓർക്കണം. നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ കണ്ടന്റ് വീഡിയോന്റെ താഴെ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. സിഗ്നിഫിക്കന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കണ്ടന്റ് വീഡിയോയിൽ വരിക, താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. നമുക്കറിയാം ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമ്പണന്റ് എല്ലാം ഒരേ ഫേസിലായിരിക്കും. All components are in same phase. The components cannot seen by naked eye. അതാണ് ഹോമോജീനിയസ്. എന്നാൽ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമ്പണൻസുകൾ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും, ക്യാൻ ബി സീൻ ബൈ നേക്ഡ് ഐ. ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോജീനിയസ് എക്സാമ്പിൾ ആണ് ഷുഗർ സൊല്യൂഷൻ. പഞ്ചസാര വെള്ളത്തിലെ പഞ്ചസാര കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ഹോമോജീനിയസ് ആണ്. എന്നാൽ മഡ്ഡി വാട്ടർ, പഞ്ചസാരയും ഉപ്പും പരസ്പരം മിക്സ് ചെയ്താൽ വേറിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. മഡ്ഡി വാട്ടർ, ചളിവെള്ളം ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ. ചളിവെള്ളം എന്ന് മനസ്സിലാകുന്ന ചളി കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹോമോജീനിയസും ഹെട്രോജീനിയസും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത് മക്കളെ? ഈ ക്വസ്റ്റ്യൻ വന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിനെ കുറിച്ച് പറയുന്നു. സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകളായ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇതാണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾ. അഥവാ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെന്റുകളാണ് ഇവ. അവയുടെ ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റുകളാണ് ലിഥിയം, ബെറീലിയം. സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ്. സെക്കൻഡ് പീരീഡ് ഈ എലമെന്റ്സുകളെ അനോമലസ് ബിഹേവിയർ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. അനോമലസ് ബിഹേവിയർ എലമെന്റ്സുകളായിട്ടാണ് ഇവയെ അറിയുന്നത്. വേറിട്ട സ്വഭാവം കാണിക്കുന്നു. അനോമലസ് ബിഹേവിയർ, വേറിട്ട സ്വഭാവം. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ മൂത്ത മകൻ ബാക്കിയുള്ള മക്കൾ എന്നൊക്കെ വേറിട്ട സ്വഭാവമാണെങ്കിൽ അവന്റെ പേര് അനു എന്നാണ്. അനു.
ഫുൾ പേര് അനോമലസ്, വേറിട്ട സ്വഭാവമുള്ളവൻ. അപ്പോൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾ അനോമലസ് ബിഹേവിയർ എലമെന്റ്സ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന അങ്ങോട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അതിന്റെ തൊട്ട് താഴെ കാണുന്ന പീരീഡ് അഥവാ തേർഡ് പീരീഡ് ലിഥിയത്തിന്റെ താഴെ സോഡിയം, ബെറീലിയത്തിന്റെ താഴെ മഗ്നീഷ്യം, ബോറോണിന്റെ താഴെ ബോറോൺ അലൂമിനിയം, കാർബണിന്റെ താഴെ സിലിക്കൺ, നൈട്രജന്റെ താഴെ ഫോസ്ഫറസ്, ഓക്സിജന്റെ താഴെ സൾഫർ, ഫ്ലൂറിന്റെ താഴെ ക്ലോറിൻ. ഓക്കെ, ഇതാണ് തേർഡ് പീരീഡ് എലമെന്റ്സുകൾ. ഇവയെ നമ്മൾ ടിപ്പിക്കൽ എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താ സംഭവം? സെക്കൻഡ് പീരീഡ് അഥവാ ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റുകൾ സെക്കൻഡ് പീരീഡ് എലമെന്റ്സുകൾ വേറിട്ട സ്വഭാവം കാണിക്കുന്നു, അഥവാ അനോമലസ് ബിഹേവിയർ ആണ്. പക്ഷേ ആ സെക്കൻഡ് പീരീഡ് എലമെന്റുകൾ അവയുടെ തൊട്ടടുത്ത ഗ്രൂപ്പിലെ സെക്കൻഡ് പീരീഡിലെ എലമെന്റുകൾ തൊട്ടടുത്ത ഗ്രൂപ്പിലെ ഡയഗണൽ എലമെന്റുമായിട്ട് ഒരു സിമിലാരിറ്റി കാണിക്കും. ബെറീലിയം ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു അലൂമിനിയം, ലിഥിയം ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു മഗ്നീഷ്യം, ബോറോൺ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു സിലിക്കൺ. ആ റിലേഷൻ, ഇപ്പൊ ഞാൻ ഗ്രീൻ കളറിൽ വരച്ച ആ റിലേഷൻ ആണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കും. ഡയഗണൽ റിലേഷൻഷിപ്പ് ഏതുപോലെ മക്കളെ? ഒരു വീട്ടിൽ 5 മക്കളെയും മൂത്ത മകൻ ബാക്കിയുള്ള മക്കളിൽ വേറിട്ട സ്വഭാവമാണ്. അനു, അവന്റെ പേര് അനു, ഫുൾ പേര് അനോമലസ്. പക്ഷെ നെട്ടിപ്പിക്കുന്ന സത്യം എന്താ ചോദിച്ചാൽ അവൻ അയൽവക്കത്തൊരു കുട്ടിയുമായിട്ട് സ്വഭാവത്തിൽ സാമ്യതയുണ്ട്. ആ വീട്ടിലല്ല സാമ്യത, തൊട്ടടുത്ത വീട്ടിലെ ഒരു ഡയഗണൽ എലമെന്റുമായിട്ട് പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി. അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. കണ്ടട്ടാ? ഓക്കെ, അപ്പൊ അനോമലസ് ബിഹേവിയർ ആൻഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പൊ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്? സോ ദ ആൻസർ ഈസ് the second period elements differ in properties from the rest of the elements, but that elements show similarity in properties with the diagonal element of nearest group, that is diagonal relationship. അതിന്റെ റീസൺ ചോദിക്കും. അനോമലസ് ബിഹേവിയർ ആവാനുള്ള കാരണം ചോദിക്കും. ഒന്ന് വെറുതെ ഓർത്ത് വെച്ചോ, അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള ഒരു 2 റീസൺ. വെരി സ്മോൾ സൈസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. 2 റീസൺ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള കാരണം സിമിലാരിറ്റി ഇൻ സൈസ്, സിമിലാരിറ്റി ഇൻ പോളറൈസിങ് പവർ. ഓക്കെ, അങ്ങനെ 2 റീസൺ ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ ഇവർ പറയുന്നത്? ദ എലമെന്റ് ഓഫ് സെക്കൻഡ് പീരീഡ് ഇൻ ദ പീരിയഡിക് ടേബിൾ ഷോ അനോമലസ് പ്രോപ്പർട്ടീസ് ഗിവ് റീസൺ. അതല്ല ഞാൻ പറഞ്ഞത്. അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള 2 റീസൺ എഴുതി കൊടുത്താൽ മതി. സ്മോൾ സൈസ്, വെരി സ്മോൾ സൈസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. സെക്കൻഡ് പീരീഡിൽ ഡി ഓർബിറ്റൽ ഇല്ല. ഈ 2 റീസൺ 2 മാർക്കാ ചോദിച്ചത്. വെരി സ്മോൾ സൈസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള റീസൺ ചോദിച്ചാൽ സിമിലാരിറ്റി ഇൻ സൈസ്, ആൻഡ് സിമിലാരിറ്റി ഇൻ പോളറൈസിങ് പവർ. അത് ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ 2 റീസൺ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ മക്കൾ, അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ? ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 20. ഓക്കെ, ഈ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഡൈനൈട്രജൻ ആൻഡ് ഡൈഹൈഡ്രജൻ ആർ റിയാക്ട് to each other to produce ammonia according to the following equation. N2 plus 3H2 gives 2NH3. ഹേബർ പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇക്വേഷൻ ആണ്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകും. കാൽക്കുലേറ്റ് ദ അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 × 10⁻³ അഥവാ 2000 ഗ്രാം ഡൈനൈട്രജൻ റിയാക്ട് വിത്ത് 1 × 10⁻³ 1000 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം അമോണിയ ഉണ്ടാകും? നമുക്കറിയാം, ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാസ് ചോദിക്കുമ്പോൾ, റിയാക്ടിന്റെ മാസുകൾ തന്നിട്ട് പ്രൊഡക്റ്റിന്റെ മാസ് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു റിയാക്ടിന്റെ മാസ് തന്നിട്ടാണെങ്കിൽ അത് വെച്ച് നേരെ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 2 തന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ചെക്ക് ചെയ്യണം. കാരണം ഒരാൾ തീർന്നാൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും.
അപ്പൊ അളവ് കുറഞ്ഞ ആളുടെ മാസ് കണ്ടുപിടിക്കണം. അയാൾക്ക് പ്രപ്പോർഷണൽ ആയിട്ടാണ് പ്രൊഡക്റ്റിന്റെ മാസ് കാണേണ്ടത്. ദ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് വിത്ത് റെസ്പെക്ട് ടു മാസ് ഓഫ് ലിമിറ്റിംഗ് റിയേജന്റ്. നമ്പർ ഓഫ് മോൾ ഓഫ് പ്രൊഡക്റ്റ് ഡിറ്റർമൈൻഡ് വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് മോൾ ഓഫ് ലിമിറ്റിംഗ് റിയേജന്റ്. അയാൾ തീർന്ന റിയാക്ഷൻ സ്റ്റോപ്പ് ആകും. അപ്പൊ അമോണിയയുടെ മാസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ജസ്റ്റ് ഒന്ന് അറിയണം. ലിമിറ്റിംഗ് റിയേജന്റ് ജസ്റ്റ് ഒന്ന് അറിയാനും വേണ്ടിയിട്ട് നിങ്ങളെ സാറ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നൈട്രജൻ ഇവിടെ 2000 ഗ്രാം ആണ്. നൈട്രജന്റെ 2000 ഗ്രാം ആണ്. നൈട്രജന്റെ ആറ്റോമിക് മാസ് 28 ആണ്. ഓക്കെ, അതേപോലെ ഹൈഡ്രജന്റെ മാസ് ഇവിടെ പറയുന്നത് 1000 ഗ്രാം ആണ്. ഹൈഡ്രജന്റെ മോളാർ മാസ് 2 ആണ്. അപ്പൊ 2000/28 1000/2 എന്ന 2000/28 71.4 ആണ്. അതിന് നമ്മൾ ഇനി അതിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഇവിടെ 500 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ അളവ് കുറഞ്ഞ ആള് നൈട്രജൻ ആണ് അളവ് കുറവ് വരുന്നത്. അപ്പോൾ നൈട്രജനാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നൈട്രജനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. നൈട്രജനാണ് ലിമിറ്റിംഗ് റിയേജന്റ് എങ്കിൽ ഹൈഡ്രജൻ ആയിരിക്കും അവിടെ എക്സസ് റിയേജന്റ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ മാസ് ഡിറ്റർമൈൻഡ് വിത്ത് മാസ് ഓഫ് ലിമിറ്റിംഗ് റിയേജന്റ്. പ്രൊഡക്റ്റിന്റെ മാസ് ലിമിറ്റിംഗ് റിയേജന്റ് മാസുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ നമ്മുടെ റിയാക്ഷൻ? N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്. ഓക്കെ, നൈട്രജൻ 2000 ഗ്രാം ആണ് തന്നത്. നമുക്കറിയാം ഇവിടെ നൈട്രജൻ 1 മോൾ അല്ലേ? 1 മോൾ നൈട്രജൻ 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ അമോണിയ എത്ര ഗ്രാം ഫോം ചെയ്യും? 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ അമോണിയയുടെ മോളാർ മാസ് 17 ആണ്. 17 × 2 34 ആണ്. 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ 34 ഗ്രാം അമോണിയ ഉണ്ടാകുമെന്ന് ഇക്വേഷന് നമുക്കറിയാം. ദീസ് കോൺസെപ്റ്റ് ഈസ് ഫ്രം ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി നമുക്ക് തന്ന അമോണിയയുടെ മാസ് വെച്ചിട്ട് പ്രൊഡക്റ്റിന്റെ മാസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? 1 ഗ്രാം നൈട്രജൻ ആണെങ്കിൽ 34/28 ഗ്രാം അമോണിയ. പക്ഷെ 1 ഗ്രാം നൈട്രജൻ ആണോ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് ഉള്ളത്? അല്ല, 2000 ഗ്രാം നൈട്രജൻ ആണുള്ളത്. 2000 ഗ്രാം നൈട്രജൻ ആണ് ഇവിടെ ഉള്ളത്. അല്ലേ 2000 ഗ്രാം നൈട്രജൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 34/28 ഓക്കെ, അപ്പൊ 2000 ഗ്രാം നൈട്രജൻ ആണെങ്കിൽ 34/28 × 2000 അത്രയ്ക്കും ഗ്രാം അമോണിയാണ് അവിടെ ഫോം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അമോണിയയുടെ മാസ് അത്രയ്ക്കുമാണ്. ക്ലിയർ ആണല്ലോ? ദാറ്റ് മാസ് ഈസ് 2430 ഗ്രാം ആയിരിക്കും. 2430 ഗ്രാം അമോണിയ അവിടെ ഫോം ചെയ്യും. അപ്പൊ അമോണിയാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ അമോണിയയുടെ മാസ് വെച്ചിട്ടാണ് നൈട്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. നൈട്രജന്റെ മാസിന് പ്രപ്പോർഷണൽ ആയിട്ട് നമ്മൾ അമോണിയയുടെ മാസ് കണ്ടുപിടിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അതിലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ടന്റ് റിമെയിൻ അൺറിയാക്റ്റഡ് ആൻഡ് വാട്ട് വുഡ് ബി ഇറ്റ്സ് മാസ്? അതിന്റെ ആൻസർ ഹൈഡ്രജൻ ഈസ് എക്സസ് റിയേജന്റ്. ഹൈഡ്രജൻ റിമെയിൻ അൺറിയാക്റ്റഡ്. ഹൈഡ്രജൻ റിമെയിൻ എന്ത്? അൺറിയാക്റ്റഡ്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് കണ്ടുപിടിക്കണം. ഹൈഡ്രജന്റെ മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 28 ഗ്രാം നൈട്രജന് വേണ്ട ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6 ഗ്രാം ഹൈഡ്രജൻ ആണ്. 3H2 ആണല്ലോ. അപ്പൊ 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ വേണം. അപ്പോൾ 1 ഗ്രാം നൈട്രജന് 6/28 ഗ്രാം ഹൈഡ്രജൻ വേണം. അല്ലേ? നമ്മളെ കയ്യിൽ 2000 ഗ്രാം നൈട്രജൻ അല്ലേ ഉള്ളത്? 2 × 10³ അല്ലേ? അത്രയ്ക്കും ഗ്രാം നൈട്രജൻ ഇവിടെ പങ്കെടുത്ത് തീരുമ്പോൾ പങ്കെടുക്കുന്ന ഹൈഡ്രജന്റെ മാസ് 6/28 × 2000. ഇത്രയ്ക്കും ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും.
അത്രയ്ക്കും ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. ആ വാല്യൂ എന്ന് പറയുന്നത് 6/20 to 8 × 10⁻³ എന്ന് പറയുന്ന വാല്യൂ അപ്രോക്സിമേറ്റ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 428.5 ഗ്രാം 428.5 ഗ്രാം ഹൈഡ്രജൻ അവിടെ റിയാക്ട് ചെയ്യും. Therefore, therefore, mass of unreacted, റിയാക്ട് ചെയ്യാത്ത മാസ്, ബാക്കി വരുന്ന മാസ്, ലെഫ്റ്റ് റിമൈനിങ് ഇൻ ദ വെസൽ, ബാക്കി വരുന്ന മാസ്, ടോട്ടൽ മാസ് 1000 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. അതിന്ന് 428.5 ഗ്രാം മൈനസ് ചെയ്താൽ ദ മാസ് ഓഫ് ഹൈഡ്രജൻ വിച്ച് റിമെയിൻ അൺറിയാക്റ്റഡ് ഈസ് 571.5 ഗ്രാം ഹൈഡ്രജൻ ഈസ് അൺറിയാക്റ്റഡ്. അരേ വാ, ഇത് ഞാൻ ആൻസർ കിട്ടുമെന്ന് വിചാരിച്ചു. വെരി സാർ കിട്ടിപ്പോയി. നമ്മൾ പേടിച്ചു സാറേ. നമ്മൾ ഈ രാവിലെ ഉറക്കത്ത് നോയിച്ചാൽ ഇത് കിട്ടുമെന്ന് അറിയില്ല സാറ്. ഓക്കെ, അപ്പൊ ആഷിം സാർ എത്തിക്കഴിഞ്ഞു. ഒന്നാലോചിക്കണ്ട, പൊളിച്ചോ. ആഷിം സാർ ഇതാ ഷ്രോഡിഞ്ചർ വേവിക്കേഷന്, ഇക്വിലിബ്രിയം, കോണ്ടന്റ് നമ്പേഴ്സ് സാറേ, ഇതൊക്കെ വെച്ചുകൊണ്ട് ആഷിം സാർ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി മക്കളെ? റെഡി? യെസ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളത്. റെഡിയാണ് മക്കളെ? ഓക്കെ, യെസ് മക്കളെ, റെഡി. എടാ മക്കളെ, അപ്പൊ അതിലുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നമുക്ക് റെഡിയാണ് മക്കളെ. ഡ്രോ ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് 2px ഓർബിറ്റൽ. റെഡിയാ? യെസ് മക്കളെ, ഇന്ന് എക്സാമ്പിൾ നമുക്ക് 1s ഓർബിറ്റൽ, 2s ഓർബിറ്റൽ, 2p ഓർബിറ്റലൊക്കെ വരയ്ക്കാൻ ചോദിക്കും. റെഡിയാ? അപ്പോ 2px ഓർബിറ്റലിനെ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാല് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം റെഡിയാണ്? യെസ്, ഒരു ആക്സിസ് വരയ്ക്കാം. യെസ്, ഇത് എക്സ് ആക്സിസ്. റെഡി? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഓക്കെ, റെഡി. എന്താ പി ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താ മക്കളെ? പി ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താ മക്കളെ? പറയൂ. പി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡംബൽ ഷേപ്പ് അല്ലടാ മക്കളെ. അപ്പോൾ ഒരു ഡംബൽ ഷേപ്ഡ് ഓർബിറ്റൽ ജസ്റ്റ് ഇവിടെ വരച്ചു കൊടുത്താൽ മതി. ഡംബൽ ഷേപ്ഡ് ഓർബിറ്റൽ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. റെഡിയാ? അപ്പോൾ ഒരു ഡംബൽ ഷേപ്ഡ് ഓർബിറ്റൽ ഏത് ഡയറക്ഷനിൽ വരയ്ക്കേണ്ടത്? എക്സ് ഡയറക്ഷനിൽ വരയ്ക്കുക കേട്ടോ. എക്സ് ഡയറക്ഷനിൽ ഒരു ഡംബൽ വരയ്ക്കുക. സോ 2 ലോബ്സും ഐഡന്റിക്കൽ ആയിട്ട് വരയ്ക്കുക കേട്ടോ. 2 ലോബ്സും ഐഡന്റിക്കൽ ആയിട്ട് എക്സ് ഡയറക്ഷനിൽ വരച്ചു കഴിഞ്ഞാൽ അതാണ് 2px ഓർബിറ്റൽ. സോ 2px ഓർബിറ്റലിന്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണ് മക്കളെ? യെസ് മക്കളെ, അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. റെഡി? യെസ്, മുഹമ്മദ് മുനീർ മോനെ മുത്തേ, നോക്കിക്കോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ഹൗ മെനി അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ നൈട്രോജൻ ആറ്റം ആൻഡ് നെയിം ദ റൂൾ ഇൻ ഡിറ്റർമൈനിങ് ഇറ്റ്. റെഡിയാ? അപ്പൊ മക്കളെ, എന്താണ് നൈട്രോജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ മക്കളെ? നൈട്രോജൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 7 ആണല്ലോ. അപ്പൊ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? പറ മക്കളെ. 1s2 കഴിഞ്ഞിട്ടില്ല, 2s2, പിന്നെന്താ 2p3. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാമല്ലോ അല്ലേ? 1s 2 ഇലക്ട്രോൺ ഉണ്ട്, 2s 2 ഇലക്ട്രോൺ ഉണ്ട്, ആൻഡ് 2p നിങ്ങൾക്കറിയാം there are 3 orbitals. ഏതൊക്കെയാ? 2px, 2py, 2pz. അപ്പൊ ഈ 2p3 എന്ന് പറയുമ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടാം മക്കളെ? പറഞ്ഞോളൂ. 2p3 എന്ന് പറഞ്ഞാൽ എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടാം? എല്ലാത്തിലും ഓരോന്നായിട്ടല്ലേ അറേഞ്ച് ചെയ്യേണ്ടത്? ഇത് പറഞ്ഞ റൂളിന്റെ പേരെന്താ മക്കളെ? എല്ലാത്തിലും ഓരോന്ന് വന്നതിന് ശേഷമേ പെയറിംഗ് നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ റൂളിന്റെ പേരാണ് മക്കളെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താ റൂളിന്റെ പേര്? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. റൂള് നെയിം ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെഡി? എന്താ റൂളിന്റെ പേര്? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്ത് സിറ്റി? മൾട്ടിപ്ലിസിറ്റി. റെഡിയാ? എത്ര അതിലെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്? എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മക്കളെ പറഞ്ഞോ? മക്കളെ പറ, എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര? പറഞ്ഞോളൂ. എത്രയാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം? പേരാവാതെ കിടക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ കണ്ടുകൂടെ നിങ്ങൾക്ക്? എത്രയാത്?
3 അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം. എല്ലാത്തിലും ഓരോന്നോരോന്ന് വന്നിട്ടേ പെയറിംഗ് നടക്കുള്ളൂ. ക്ലിയർ ആണ്. 2px ഓർബിറ്റലിന്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം, ശേഷം നൈട്രജൻ ആറ്റത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി, അതിൽ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം എഴുതി. ആൻഡ് അങ്ങനെ 3 അൺപെയ്ഡ് ഇലക്ട്രോണിനെ നിർണ്ണയിക്കാൻ നമ്മളെ സഹായിച്ച റൂളിന്റെ പേരാണ് ഹൻസ് റൂള്. മക്കളെ, ഓഫ് പ്രിൻസിപ്പിള്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള്, ഹൻസ് റൂള്, ലേഷറ്റ്ലിയർ പ്രിൻസിപ്പിള്, ഹെസ്സസ് ലോ, ഇതൊന്നും പഠിക്കാതെ പോവല്ലേ. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, കാണാതെ പഠിച്ചു വെച്ച് പോയിക്കോളൂ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. റെഡി? ഇത് പഠിക്കാതെ തന്നെ മക്കൾ പോവല്ലേ. റെഡിയാ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്തതാ റൈറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. എന്താ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? എന്താ മക്കളെ? ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ഒരുപാട് ഫോംസ് എല്ലാം ഉണ്ട്. സോ അതിൻ്റെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഫോം നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. H cap psi is equal to E psi. എന്താ എഴുതേണ്ട മക്കളെ? പറ. H cap psi is equal to E psi. അതിൽ H ക്യാപ്പിനെ വിളിക്കുക ഹാമിൽട്ടോണിയൻ. എന്താ H ക്യാപ്പിനെ എന്താ വിളിക്കുക മക്കളെ? പറ. ഹാമിൽട്ടോണിയൻ എന്നാണ് പറയാ. വിച്ച് ഈസ് എൻ ഓപ്പറേറ്റർ. അതൊരു ഓപ്പറേറ്റർ ആണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ. മക്കളെ, ഈ പ്ലസ് മൈനസ് ഇൻറ്റു എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റർ ആണല്ലോ. അതുപോലെ ഡെറിവേറ്റീവ് d/dx, ഇന്റഗ്രൽ ഒക്കെ ഓപ്പറേറ്റേഴ്സ് ആണ്. അതുപോലെ ഒരു ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ എന്ന് മാത്രം മനസ്സിലാക്കുക. E എന്ന് പറഞ്ഞാൽ എനർജിയാണ്. സൈയെ വിളിക്കുക വേവ് ഫംഗ്ഷൻ. എന്താ പറയാ മക്കളെ? മിണ്ടുന്നില്ല. സൈൻ എന്താ പറയാ? സൈൻ എന്താ മക്കളെ പറയാ? വേവ് ഫംഗ്ഷൻ എന്നാണ് പറയാ. അപ്പൊ ഇത്രയും ടേമുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഐഡിയയിലേക്ക് ഒന്നും നമ്മൾ കടക്കേണ്ടതില്ല. റെഡിയാ? അത് അത്രയും ഹയർ ഓർഡർ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയത്. സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാൻ നമ്മളോട് 1 മാർക്കിനാ ചോദിച്ച്. ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതാ, അതിലെ ടേംസ് പറയാ. ഏതാ മക്കളെ ഇക്വേഷൻ? H cap psi is equal to E psi. H cap എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ വിച്ച് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ. psi എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേവ് ഫംഗ്ഷൻ ആണ്. E എന്ന് പറഞ്ഞാൽ എനർജി ആണ്. ആൻഡ് നെയിം ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെ മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. നെയിം ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാ 4 ക്വാണ്ടം നമ്പേഴ്സ് മക്കളെ? പറഞ്ഞോളൂ. ഏതെല്ലാമാണ് 4 ക്വാണ്ടം നമ്പേഴ്സ്? ഒന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഒന്നാമത്തെ ഏതാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ N. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ഏതാ മക്കളെ? പറഞ്ഞോളൂ. മിണ്ടുന്നില്ല. ഏതാ? അസിമത്തൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ L. വെരി ഗുഡ് രോഹിത്, വെരി ഗുഡ്. ഏതാ മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ? ഏതാ മക്കളെ? പറ. ഇറ്റ് ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M ആണ്. ആൻഡ് നാലാമത്തെ ക്വാണ്ടം നമ്പർ യെസ് സ്പിൻ ക്വാണ്ടം നമ്പർ S ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ S ആണ്. അപ്പോൾ 4 ക്വാണ്ടം നമ്പർ: പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ക്ലിയറാ? മാഗ്നറ്റിക് ഒരു കാര്യം ഓർത്തോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓർബിറ്റലിന്റെ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് അസിമത്തൽ ക്വാണ്ടം നമ്പർ ഷേപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്പേഷ്യൽ ഓറിയന്റേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പഠിച്ചു വെക്കണം, നിങ്ങൾ പഠിക്കാതെ പോകരുതേ. റെഡിയാ മക്കളെ? സെറ്റാണ്. ആൻഡ് അടുത്ത ചോദ്യം, യൂസിങ് SPDF notations describe the orbital with the following quantum numbers. പറ. n equal to 2, l equal to 1. എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? n2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലാണ്. L1 എന്ന് പറഞ്ഞ മക്കളെ ഓർക്കണം, ഒന്നുമില്ല. L0 എന്ന് പറഞ്ഞാൽ ആരാ? l equal to 0 എന്ന് പറഞ്ഞാൽ S ആണ്. l equal to 1 എന്ന് പറഞ്ഞാൽ P ആണ്. l equal to 2 എന്ന് പറഞ്ഞാൽ D ആണ്. l equal to 3 എന്ന് പറഞ്ഞാൽ F ആണ്. ഇത് പഠിക്കാതെ ആരും നിൽക്കരുത്. റെഡിയാ? l equal to 0 S, l equal to 1 P ആണ്, l equal to 2 D ആണ്, l equal to 3 F ആണ്. എങ്കിൽ പറയൂ, n equal to 2, l equal to 1. l equal to 1 എത്രയാണ് നിങ്ങൾ കാണുന്നു നോക്കിയേ? l equal to 1 P അല്ലേ കാണുന്നേ? സോ n equal to 2, l equal to 1 ഏതാണ്? 2P ആണ്. ക്ലിയറാ? അടുത്തത് n equal to 5, l equal to 3. n equal to 5 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഷെല്ലാണ്. യെസ്. l equal to 3 എന്ന് പറഞ്ഞാൽ ഏതാ മക്കൾ? നോക്കിയേ. l equal to 3 ഏതാടാ? റെഡി വരട്ടെ. l equal to 3, യെസ്, l equal to 3 F ആണ്. സോ 5F എന്ന് വരും. ക്ലിയർ ആണ്? റെഡിയാണ്? യെസ് മക്കളെ, ഈ രൂപത്തിൽ എന്നും എല്ലും തന്നുകൊണ്ട് ഓർബിറ്റൽ നൊട്ടേഷൻ അല്ലെങ്കിൽ സബ്ഷെൽ നൊട്ടേഷൻ ചോദിക്കാത്ത പേപ്പറുകൾ ഇല്ല.
അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു പോയിക്കോ, എളുപ്പത്തിൽ സ്കോർ ചെയ്യാം മക്കളെ. റെഡി? ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതെങ്കിലും പഠിക്കൂ. എല്ലിൻ്റെ വാല്യൂ, അതിൻ്റെ നൊട്ടേഷൻ പഠിച്ച് L0 S, L=1 P, L=2 D, L=3 F. ക്ലിയറാ? റെഡിയാ? യെസ്. ഓക്കെ, ഹായ് മോനെ, റെഡിയാണ്. അടുത്ത നോക്കിയേ, റൈറ്റ് ദ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഏതാണോ ഓക്സിജൻ മോളിക്യൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ? പറയൂ, ഏതാ ഓക്സിജൻ മോളിക്യൂൾ? എത്ര ഇലക്ട്രോൺസാ ഉള്ളത്? O2 എന്ന് പറയുമ്പോൾ ഓക്സിജനിൽ 8 ആണ്. അപ്പോൾ O2 എന്ന് പറയുമ്പോൾ 8 എത്രയായി? 16 ഇലക്ട്രോൺസാ ഉള്ളത് അല്ലേ? O2 there are 16 ഇലക്ട്രോൺസ്. അപ്പൊ എന്തായിരിക്കണോ O2 മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അതല്ലേ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ഏതാ O2 മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ? നിങ്ങൾ പറ. യെസ്, σ1s2 അങ്ങനെ എഴുതി കൊടുക്കണേ. പിന്നെ ആരാ? σ*1s2. യെസ്, σ2s2, then σ*2s2. പിന്നെന്താ വരേണ്ടത്? ഓക്സിജൻ ആവുമ്പം σ2pz ആദ്യം ഫില്ലാവും. സോ σ2pz2, then ആരാ? യെസ്, π2px2, then π2py2. പിന്നെ ആരാ മക്കളെ പറ? യെസ്, π*2px1, π*2py1. ഇതാണ് MO കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. റെഡിയാ? MO കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ. നന്നായിട്ട് പഠിച്ചോ. ആൻഡ് ഇതിൻ്റെ ബോണ്ട് ഓർഡർ കാണാൻ പറഞ്ഞിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ, ബട്ട് അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറയാം. എന്താ ബോണ്ട് ഓർഡർ കാണാനുള്ള ഫോർമുല? ½ × NB - NA. ഒന്ന് അപ്ലൈ ചെയ്തേ. എത്ര? NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്, NA എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളതിലുള്ള ഇലക്ട്രോൺ എണ്ണ, NB എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തതിലുള്ള എണ്ണ. NB മീൻസ് ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്, NA ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. റെഡിയാ? സോ അങ്ങനെയാണ് പറയൂ, എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം? എത്ര മക്കളെ നോക്കിയേ, എത്രയാണ് ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്നൊന്ന് പറഞ്ഞേ, നോക്കിയിട്ട് പറഞ്ഞതാ. ഇത് σ1 2, 4, 6, 8, 10. റെഡിയാ? 10 ഇലക്ട്രോൺസ് ആണ്. 10 ഇലക്ട്രോൺസ് ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത 10 ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ബാക്കിയുള്ളതാണ് ആന്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ളതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കിയേ? 2, 4, 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 10 - 6 4, 4/2 2 എന്ന് വരും. സോ ബോണ്ട് ഓർഡർ 2 ആണ്. എത്ര? അതിലെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, പെയർ ചെയ്യാതെ കിടക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. ഓക്സിജൻ മോളിക്യൂളിലെ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം π*2px-ലും π*2py-ലും ഓരോന്നല്ലേ കിടക്കുന്നത്. എത്രയാ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം? 2 ഉണ്ട്. ഒന്ന് π*2px, വെരി ഗുഡ് ഹോയിത്തെ. π*2px-ൽ ഒരു അൺപെയ്ഡ് ഉണ്ട്, π*2py-ൽ ഒരു അൺപെയ്ഡ് ഉണ്ട്. സോ ദർ ആർ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സോ മാഗ്നറ്റിക് ക്യാരക്ടറോടെ പറയാം, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഓക്സിജൻ മോളിക്യൂളിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ പാരാമാഗ്നറ്റിക് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാതെ പോവല്ലേ. ക്ലിയർ ആണ്? ഓക്സിജൻ മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ, ബോണ്ട് ഓർഡർ, അതിൽ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം പറഞ്ഞു, മാഗ്നറ്റിക് ക്യാരക്ടർ പറഞ്ഞു. പിന്നെ MO എനർജി ഡയഗ്രാം വരയ്ക്കാനുള്ള രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ RT സാർ നിങ്ങളെ പഠിപ്പിച്ചു തന്നു MO എനർജി ഡയഗ്രാം വരയ്ക്കാൻ. അത് നോക്കണം മക്കളെ. റെഡിയാ? വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്നലത്തെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം. റെഡിയാ മക്കളെ? ക്ലിയർ ആണ്? യെസ്. അപ്പൊ അതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞ മക്കളെ. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞ മക്കളെ. എന്താണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആ ചോദിച്ചത് അല്ലേ? യെസ്. എടാ നോക്കിയേ, ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണോ? ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണേടാ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24, ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ്. ഏതാത്? ആർഗൺ 4s1 യെസ് 3d5. ഇതാണ് ക്രോമിയം 24ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതേപോലെ കോപ്പർ 29 ഏതാ? കോപ്പർ 29ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞ മക്കളെ. ഇറ്റ് ഈസ് ആർഗൺ 4s1 3d10. ക്ലിയർ ആണ്?
ആർഗൺ 4s1 3d10 ആണ് കോപ്പറിന്റെ കോൺഫിഗറേഷൻ. ആർഗൺ 4s1 3d5 ആണ് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ. മക്കളെ ഇത് രണ്ട് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാനുള്ളതാണ്. നോക്കിയിട്ടേ പോവാവൂ. റെഡിയാ മക്കളെ? യെസ്. അങ്ങനെയാണ് അടുത്ത എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ഒന്നാമത്തെ ഏതാ കൊടുത്തത്? യെസ്, ഓഫ് ദ പ്രിൻസിപ്പിൾ ആണ്. എന്താ ഓഫ് ദ പ്രിൻസിപ്പിൾ പറയുന്നത്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എന്ത് എനർജീസ്. ഓഫ് ദ പ്രിൻസിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്താ എഴുതേണ്ട മക്കളെ പറ? ഇലക്ട്രോൺസ് ആർ, പഠിക്കാതിരിക്കല്ലേ മക്കളെ, ഫിൽഡ് ഇൻ വേരിയസ് എവിടെ ഓർബിറ്റൽസ്. എങ്ങനെയാ? ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എന്ത് എനർജീസ്. റെഡിയാ? എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇലക്ട്രോണുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുപോലെ അടുത്തത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താ മക്കളെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം വാല്യൂസ് ഫോർ ഓൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. എല്ലാ ക്വാണ്ടം നമ്പേഴ്സിനും ഒന്നിലധികം ഇലക്ട്രോണുകൾക്ക് ഒരേ വാല്യൂ ഉണ്ടാവില്ല. ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഒരുപോലെ വരില്ല എന്ന് പറഞ്ഞ റൂളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. റെഡിയാ മക്കളെ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സാറ് പറയുന്നുണ്ട്, നോട്ട് ചെയ്യണം. എന്താണ്? നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം വാല്യൂസ് ഫോർ ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. ക്ലിയർ ആണ്? റെഡിയാണേ മക്കളെ? മോനെ അയൺ മാത്യൂസ് ഓക്കെ ആണല്ലോ? റെഡി? യെസ് മക്കളെ. ഏതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്? റെഡി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ, നോക്കിക്കോളൂ. ഏതാ പറഞ്ഞേ? വാട്ട് ആർ ട്രാൻസിഷൻ എലമെന്റ്സ്? മക്കളെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എസിനും പിക്കും ഇടയിലുള്ള ട്രാൻസിഷൻ ആണ് അവർ കാണിക്കുന്നത്. ആൻഡ് വാട്ട് ആർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എന്നാലും സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കും എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സും ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. ദർ ആർ സം സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്നാലും ഫസ്റ്റ് ഇയറിൽ ട്രാൻസിഷൻ എലമെന്റ് ആരാന്ന് ചോദിച്ചാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ ആരാ ട്രാൻസിഷൻ എലമെന്റ്സ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. റെഡിയാ മോനെ? യെസ്. അടുത്തത് റൈറ്റ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഏതാ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? n-1 d1 to 10 ns 1 to 2 നോ 0 to 2 എന്ന് എഴുതാം. 1 to 2 എന്ന് എഴുതിയാലും 0 to 2 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. 0 to 2 കൂടുതൽ ശരിയാണ്. 1 to 2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സോ എന്താ ജനറൽ കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്? n-1 d1 to 10 ns 0 to 2. റെഡിയാ? റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് എക്സിബിറ്റഡ് ബൈ ട്രാൻസിഷൻ എലമെന്റ്സ്. പഠിക്കണേ മക്കളെ? ദ ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കുന്ന ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതാനാ പറഞ്ഞത്. ഒന്ന് ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്, കളേർഡ് കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷൻ. അതുപോലെ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്, ഫോർമേഷൻ ഓഫ് അലോയ്സ് പറയാം. അതുപോലെ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇതൊക്കെ പറയാം. കോംപ്ലക്സ് ഫോർമേഷൻ, കാറ്റലിറ്റിക് ആക്ടിവിറ്റി, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇതൊക്കെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കാറ്റലിറ്റിക് ആക്ടിവിറ്റി, ഫോർമേഷൻ ഓഫ് അലോയ്സ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്, ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്, ഇതിൽ എന്ത് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ്. സോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്താന്ന് പറഞ്ഞു, അവരുടെ ജനറൽ കോൺഫിഗറേഷൻ പറഞ്ഞു, അവരുടെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി ഏതാനാ പറഞ്ഞത്. ഞാൻ 4-5 പറഞ്ഞു. അതിലേതെങ്കിലും 2 പഠിച്ചു വെക്കുക. ഒന്ന് കളേർഡ് കോമ്പൗണ്ട്സും 2 വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോളൂ. റെഡിയാണേ മക്കളെ? യെസ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ചെയ്തത് മുഴുവൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാമിന് വരുന്ന മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അഞ്ജിത മിസ്സ സ്റ്റാർട്ട് ചെയ്ത്, അതിനുശേഷം ആർട്ടി സാറ് വന്നു, പിന്നീട് റാഫി സാറ് വന്നു. ഇപ്പോൾ ഞാൻ എന്നോട് കൂടിയിട്ട് ഈ ടോപ്പിക് അവസാനിക്കുകയാണ്. മക്കളെ എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക.
ഈ പറഞ്ഞ ലോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി പഠിച്ചിട്ടേ എക്സാം ഹോളിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനിയുള്ള സമയം നിങ്ങൾ അതൊക്കെ എഴുതി പഠിച്ച് ഒന്ന് പ്രിപ്പയർ ആവുക. എന്നാൽ എക്സാം ഹോളിൽ നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മനസ്സിൽ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. എന്നിട്ട് അതേ ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക. റെഡിയാ? എന്നാൽ മാത്രമാണ് എക്സാം ഹോളിൽ എഴുതാൻ വേണ്ടി പറ്റുക. ഞാൻ പറഞ്ഞ റൂളുകൾ, നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങൾ, അതൊക്കെ നോക്കുക. ഓക്കെ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.